ഓക്കെ, സോ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്ര പീരീഡ് ആണ് വാറ്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടത്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെങ്കിൽ എത്രയാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എൻഡ് ചെയ്ത്. അതായത് വോളണ്ടറി ഡിസ്ക്ലോഷറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ക്ലാസ് എൻഡ് ചെയ്ത്. അപ്പൊ എന്താണ് വോളണ്ടറി ഡിസ്ക്ലോഷർ, അല്ലെങ്കിൽ വി ഡി എന്ന് പറയുന്ന ഫോം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വാറ്റിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്. അപ്പോൾ വോളണ്ടറി ഡിസ്ക്ലോഷർ, അല്ലെങ്കിൽ നമ്മൾ വാറ്റിൽ വി ഡി എന്ന് ഷോർട്ടിൽ പറയുന്ന വോളണ്ടറി ഡിസ്ക്ലോഷർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വി ഡി നമ്മൾ ഉദ്ദേശിക്കുന്നത് വാറ്റിൽ എറർ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒമിഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ തെറ്റ് സംഭവിച്ചതോ അല്ലെങ്കിൽ നമ്മൾ മിസ്സായി പോയ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പീരീഡിലെ വാറ്റ് റിട്ടേണിൽ നമ്മൾ അത് മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് സ്വമേധയാ നമുക്ക് FTA കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്വമേധയാ അങ്ങോട്ട് ഫയൽ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു എറർ ഉണ്ട് എന്നുള്ളത് കാണിച്ചിട്ട് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഫോമാണ് വോളണ്ടറി ഡിസ്ക്ലോഷർ, അല്ലെങ്കിൽ വി ഡി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം വി ഡിന്റെ ഫോം 211 ആണെന്ന് പറഞ്ഞു. അതിൽ മിസ്റ്റേക്സ്, ഈ ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് വരാമെന്ന് നമ്മൾ പറഞ്ഞു. വാറ്റിന്റെ റിട്ടേണിൽ മിസ്റ്റേക്ക് വന്നതാവാം, അല്ലെങ്കിൽ ടാക്സ് അസസ്മെന്റുമായി ബന്ധപ്പെട്ട റിട്ടേൺ ആവാം, അല്ലെങ്കിൽ നോട്ടീസ് അല്ലെങ്കിൽ റീഫണ്ടിന്റെ കേസിലൊക്കെയാണ് ഈ തരത്തിൽ നമുക്ക് മിസ്റ്റേക്ക് വരിക നമ്മൾ പറഞ്ഞു. ഇവിടുന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്ലാസ് എൻഡ് ചെയ്തത്. ഇനി അവിടുന്ന് ബാക്കിയുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ എന്ത് ചെയ്തു, നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് നമുക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. നമ്മുടെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. വി ഡി ഫയൽ ചെയ്യൽ ആവശ്യമായി വന്നു. എപ്പോഴാണ് വി ഡി ഫയൽ ചെയ്യൽ നിർബന്ധമാകുന്നുള്ളത് നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ വി ഡി ഫയൽ ചെയ്യണം, ഓക്കെ, നിർബന്ധമായിട്ട് നമുക്ക് വി ഡി ഫയൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അങ്ങനെ വി ഡി ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും വെക്കേണ്ട കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട്. അതായത് ഈ വോളണ്ടറി ഡിസ്ക്ലോഷറിനകത്ത് നമ്മൾ കാണിക്കേണ്ട ഫോം, ഈ ഫോമിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കാണിക്കേണ്ട ഇൻഫോർമേഷൻസ് ഉണ്ട്. അതിലൊന്ന്, നമ്മൾ ഏത് ടാക്സ് പീരീഡിലാണോ മിസ്റ്റേക്ക് സംഭവിച്ചത് അത് നമ്മൾ കാണിക്കണം. ഇപ്പോൾ ഓരോ ഉദാഹരണത്തിന്, ഇപ്പോൾ ഡിസംബർ മാസത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോഴാണ് നമുക്ക് തെറ്റ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ വി ഡി ഫയൽ ചെയ്യുമ്പോൾ അതിൽ കാണിക്കണത് ഡിസംബറിലെ വാറ്റ് റിട്ടേണിലാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ഒരു വാറ്റ് റിട്ടേണിലെ മിസ്റ്റേക്കാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ കാണിക്കണം. പിന്നെ ഏത് ടൈപ്പ് ഓഫ് റിട്ടേണിലാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്, അതായത് വാറ്റ് റിട്ടേൺ ചെയ്ത സമയത്താണോ, അല്ലെങ്കിൽ റീഫണ്ടിന്റെ റിട്ടേൺ ഫയൽ ചെയ്ത സമയത്താണോ, അല്ലെങ്കിൽ അസസ്മെന്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ടിഫിക്കേഷന് നമ്മൾ റിപ്ലൈ കൊടുത്ത സമയത്താണോ, ഏത് സമയത്താണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത് എന്നുള്ളതും നമ്മൾ ഇൻഫോർമേഷൻസ് ആയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എന്ത് എററാണ് സംഭവിച്ചത്, ഈ തെറ്റ് എന്താണെന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്ത് തെറ്റാണ് സംഭവിച്ചത്, അതായത് നമ്മൾ റീഫണ്ടിന് അപ്ലൈ ചെയ്ത സമയത്ത് 1000 കാണിക്കുന്നതിന് പകരം 10,000 ആണ് കാണിച്ചത് എന്നുള്ളതെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൊടുക്കണം. ഇങ്ങനെ 1000 കൊടുക്കുന്ന സ്ഥലത്ത് 10,000 കൊടുത്തു എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ആഡ് ചെയ്യണം. പിന്നെ 2 ഫിഗേഴ്സും നമ്മൾ കൊടുക്കണം. എമൗണ്ടിൽ ഫിഗേഴ്സ് കൊടുക്കണം. അതായത് കറക്റ്റ് എമൗണ്ട് എത്രയായിരുന്നു എന്നുള്ളതും, നമ്മൾ പ്രീവിയസ്, അതായത് നമ്മൾ ഇതിന് മുന്നേ എററായി സബ്മിറ്റ് ചെയ്ത സമയത്ത് എത്രയാണെന്ന് ഫിഗർ എന്നുള്ളതും കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ വീഡിയോന്റെ അകത്ത് ആഡ് ചെയ്യണം. അപ്പൊ ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് വീഡിയോ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ട് വേണം. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിലേ എന്താവുള്ളൂ, വീഡിയോ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ വീഡിയോ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വീഡിയോ ഫയൽ ചെയ്യാൻ. ഇനി എങ്ങനെയാണ് വീഡിയോ ഫയൽ ചെയ്യുന്നതിന്റെ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു എറർ എന്ത് ചെയ്തു, ഐഡന്റിഫൈ ചെയ്തു. അതായത് നമ്മൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം അല്ലെങ്കിൽ ഒക്ടോബർ മാസമൊക്കെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്തതിൽ ഒരു തെറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഐഡന്റിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ തന്നെ അത് തിരിച്ചറിയാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ തിരിച്ചറിയാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് വീഡിയോ ഫയൽ ചെയ്യാനൊന്നും, അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷനെ വരുന്നില്ലല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മൾ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു വാറ്റ് റിട്ടേണിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിയണം. അത് ചിലപ്പോൾ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും അക്കൗണ്ട്സ് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയതാവും, അല്ലെങ്കിൽ നമ്മളെ ഓഡിറ്റേഴ്സ് നമ്മളോട് പറഞ്ഞായിരിക്കാം. അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ നടത്തുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വാറ്റും അക്കൗണ്ട്സും തമ്മിൽ മാച്ച് ആവുന്നില്ല, മിസ്മാച്ച് ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാവും. ഏത് രീതിയിലായാലും ഫസ്റ്റ് സ്റ്റെപ്പ് ആ തെറ്റ് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യലാണ്. തെറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ അതിന്റെ വോളിയം അസസ് ചെയ്യുക എന്നുള്ളതാണ്. വോളിയം അസസ് ചെയ്യുക പറഞ്ഞാൽ എത്ര എമൗണ്ടിലുള്ള മിസ്റ്റേക്ക് ആണ് വന്നത് എന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എമൗണ്ടിലുള്ള മിസ്റ്റേക്ക് അസസ് ചെയ്യുന്ന സമയത്ത് 10,000 ദിർഹത്തിന്റെ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡിഫറൻസ് 10,000 ദിർഹത്തിന്റെ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും വീഡിയോ ഫയൽ ചെയ്യണം. അതിപ്പോ നമ്മൾ
ശരിക്കും റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സ് ലയബിലിറ്റി കാണിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് കാണിക്കേണ്ടിയെന്ന് വിചാരിച്ചോ, നമ്മൾ സെയിൽസ് കാണിക്കേണ്ടിയിരുന്നത് ശരിക്കും നമ്മൾ കാണിക്കേണ്ടിയിരുന്നത് 15,000 ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ 5,000 കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ആ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് ശരിക്കും നമ്മൾ കാണിക്കേണ്ടിരുന്നത് 15,000 സെയിൽസ് ആയിരുന്നു, പക്ഷെ നമ്മൾ എത്ര കാണിച്ചിട്ടുള്ളൂ? 5,000 കാണിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ഡിഫറൻസ് ഉണ്ട്? ഒരു 10,000 ദിർഹത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ ഡിഫറൻസ് 10,000 ആവുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ഫയൽ ചെയ്യണം? VD ഫയൽ ചെയ്യണം. അതായത് നമ്മുടെ മിസ്റ്റേക്ക് 10,000 ദിർഹമോ അല്ലെങ്കിൽ അതിന് മേലെ വരികയാണെന്നുണ്ടെങ്കിൽ വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യൽ മസ്റ്റ് ആണ്. നമുക്ക് ഓപ്ഷൻ അല്ല, മസ്റ്റ് ആയിട്ടും നമ്മൾ ആ എറർ റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വോളണ്ടറി ഡിസ്ക്ലോഷർ നമ്മൾ മസ്റ്റ് ആയിട്ടും ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി 10,000 ദിർഹത്തിനും താഴെയാണെന്നുണ്ടെങ്കിലോ? 10,000 ദിർഹത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നിർബന്ധമൊന്നുമില്ല, നമ്മൾ VD ഫയൽ ചെയ്യൽ നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത് വരാൻ പോകുന്ന റിട്ടേണിൽ, നെക്സ്റ്റ് വരാൻ പോകുന്ന റിട്ടേണിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ എറർ റെക്ടിഫൈ ചെയ്യാം. ഒരു ഉദാഹരണത്തിന് ഞാൻ ഡിസംബർ മാസത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്തു. ഡിസംബർ മാസത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ 10,000 ദിർഹത്തിന് മേലെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ഞാനൊരു ജനുവരി ഒക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസംബറിലെ വാറ്റ് റിട്ടേണിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായി. ഇനി ജനുവരിന്റെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ 10,000 ദിർഹത്തിന് മേലെയാണ് ഈ മിസ്റ്റേക്ക് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ജനുവരിയിലെ വാറ്റ് റിട്ടേണിൽ ഈ തെറ്റ് തിരുത്താൻ പറ്റൂല. പകരം ഞാൻ ആ സമയത്ത് എന്ത് ഫയൽ ചെയ്യണം? VD ഫയൽ ചെയ്തിട്ട് വേണം ഈ 10,000 ദിർഹത്തിന്റെ മിസ്റ്റേക്ക് എന്ത് ചെയ്യാൻ? റെക്ടിഫൈ ചെയ്യാൻ. എന്നാൽ അതേ സ്ഥാനത്ത് ഡിസംബർ മാസം നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്തു. ഡിസംബർ മാസത്തെ വാറ്റ് റിട്ടേണിൽ ഈ പറഞ്ഞ പോലെ 10,000 ഇല്ല, ഒരു 8,000 ദിർഹത്തിന്റെ മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചിട്ടുള്ളൂ. 8,000 ദിർഹത്തിന്റെ മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ജനുവരി മാസത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ വാറ്റ് റിട്ടേണിന്റെ കൂടെ തന്നെ ഈ 8,000 എന്ത് ചെയ്യാം? റെക്ടിഫൈ ചെയ്യാം. എങ്ങനെ റെക്ടിഫൈ ചെയ്യാന്ന് ഉദ്ദേശിച്ചത്? ഇപ്പൊ നമ്മൾ സെയിൽസ് കുറച്ചാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ, ഡിസംബറിൽ 8,000 സെയിൽസ് കുറച്ചാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ ജനുവരിയിൽ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ 8,000 കൂട്ടി കാണിച്ചാൽ മതി. ഇനി കുറച്ചല്ല, പകരം കൂട്ടിയാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻപുട്ട് കൂട്ടിയാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ ജനുവരിയിൽ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തായാൽ മതി? അത് കുറച്ച് കാണിച്ചാൽ മതി. അതായത് 10,000 ദിർഹത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന വാറ്റ് റിട്ടേൺ ഏതാണോ ആ റിട്ടേണിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ എറർ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 10,000 ദിർഹത്തിന് മേലെയാണ് നമ്മുടെ തെറ്റ് എന്നുണ്ടെങ്കിൽ അത് ഏത് തെറ്റാവും? ഒന്നെങ്കിൽ സെയിൽസ് കൂടിയതാവാം, അല്ലെങ്കിൽ ഇൻപുട്ട് കൂടുതലോ കുറവാവാം, ഏതും ആവാം. ഓക്കെ, സെയിൽസ് തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇൻപുട്ട് നമുക്ക് കൂടുതലോ കുറവോ എന്നതായിരിക്കാം. 10,000 ദിർഹം എബവ് ആണ് ആ എറർ, ആ മിസ്റ്റേക്ക് നമ്മൾ 10,000 ദിർഹത്തിന് മേലെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ റിട്ടേൺ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റില്ല. പകരം നമ്മൾ നിർബന്ധമായിട്ടും വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി നോർമലി നമ്മൾ ഇൻപുട്ട് ടാക്സ് നമ്മൾ പറഞ്ഞല്ലോ, നോർമലി ഇൻപുട്ട് ടാക്സ് നമ്മൾ ക്ലെയിം ചെയ്യാറുള്ളത് സബ്സിക്വന്റ് വാറ്റ് പീരീഡ് ഏതാണോ അതിലാണ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ ഡിസംബർ മാസത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്തു, ഒരു പർട്ടിക്കുലർ ബില്ലിന്റെ ഇൻപുട്ട് ഞാൻ ക്ലെയിം ചെയ്യാൻ വിട്ടുപോയി. അതായത് ഒരു ബില്ല് ഞാൻ എന്ത് ചെയ്തില്ല, ഇൻപുട്ട് ക്ലെയിം ചെയ്തില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജനുവരിയിലെ വാറ്റ് റിട്ടേണിൽ ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ നമുക്ക് 5 ഇയേഴ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിസംബർ മാസം നമ്മൾ മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ ഡിസംബറിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഞാൻ പർച്ചേസ് ബില്ല് കാണിക്കാൻ വിട്ടുപോയെങ്കിൽ ജനുവരിയിൽ എന്ത് ചെയ്താൽ മതി? അത് കൂട്ടിയിട്ട് കാണിച്ചാൽ മതി. അത് നമുക്ക് ചെയ്യാം. പക്ഷേ ജനുവരിയിൽ ഞാൻ മിസ്സായി, അതായത് ഡിസംബറിൽ ചെയ്യേണ്ടതായിരുന്നു, ജനുവരിയിൽ അത് എനിക്ക് എന്ത് ചെയ്യാം. പക്ഷെ ജനുവരിയിൽ മിസ്സായി എന്നുണ്ടെങ്കിൽ ഡിസംബറത്തെ സാധനം ജനുവരിയിലും മിസ്സായി, ഡിസംബറിൽ ഓൾറെഡി ഫയൽ ചെയ്തില്ല, ജനുവരിയിൽ മിസ്സായിരുന്നില്ല. പിന്നെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ജനുവരിക്ക് ശേഷമുള്ള വാറ്റ് റിട്ടേണിൽ അല്ലെങ്കിൽ ആ ജനുവരിക്ക് ശേഷമുള്ള പീരീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? VD ത്രൂ ചെയ്യണം. ഓക്കെ, അത് പിന്നീട് തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ VD ത്രൂ എന്ത് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഇനീഷ്യലി വരുന്ന വാറ്റ് റിട്ടേണിൽ നമുക്ക് എന്ത് ചെയ്യാം? VD ഒന്നും ഇല്ലാതെ ഈ ഇൻപുട്ടിന്റെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം, VD ഒന്നും ഫയൽ ചെയ്യണ്ട. പക്ഷെ അതും കഴിഞ്ഞിട്ട് നമുക്ക് തെറ്റ് വരികയാണ്, അല്ലെങ്കിൽ ആ സമയത്തും നമ്മൾ ആ എറർ റെക്ടിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ VD ഫയൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ VDന്റെ ഫോം ഞാൻ ഓൾറെഡി പറഞ്ഞു, വോളണ്ടറി ഡിസ്ക്ലോഷർ ആപ്ലിക്കേഷൻ ഫോം 211 ആണ്. അപ്പൊ നമ്മൾ FTAന്റെ പോർട്ടൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോം 211 എന്ന് പറഞ്ഞൊരു ഫോം കാണാൻ പറ്റും. ഈ ഫോം ഫില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ VD ഫയൽ ചെയ്യാന്ന് പറയുന്നത്. ആ ഫോം എടുക്കുക, എന്നിട്ട് അതിൽ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇതാണ് വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോം 211 എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എത്രയാണ് നമ്മുടെ എററിന്റെ വോളിയം എത്രയാണ്, അതിന്റെ ഡേറ്റ് എത്രയാണെന്നുള്ളതൊക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാനുള്ളതാണ്? ഈ ഫോമിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. എത്ര എമൗണ്ടിൽ തെറ്റ് വന്നിട്ടുണ്ട്,
എന്നാണ് തെറ്റ് വന്നതെന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാണിക്കണം. ഓക്കെ, ഇനി അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസ്ക്ലോഷറിന് അറ്റാച്ച്മെന്റ് കൊടുക്കണം. ഫോം ഫയൽ ചെയ്യുന്ന സമയത്ത് അറ്റാച്ച്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നമ്മുടെ ലെറ്റർ ഹെഡിലോ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചത്, ഇത്ര എമൗണ്ട് ആണ് തെറ്റുള്ളത്, ഇത്ര എമൗണ്ട് ആയിരുന്നു ശരിക്കും ഫയൽ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് നമ്മളൊരു ഡിസ്ക്ലോസർ ആയിട്ട് അറ്റാച്ച്മെന്റ് ആയിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് ഫോം നമ്മൾ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് നോക്കാം, ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് ഡാറ്റ നമ്മളൊക്കെ കൊടുക്കണം. അതിന് ശേഷം അറ്റ് ദ എൻഡ് ഒരു അറ്റാച്ച്മെന്റ് ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അവിടെ അറ്റാച്ച്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങൾ അറ്റാച്ച്മെന്റ് ആയിട്ട് വേറെ തന്നെ നമ്മൾ ആഡ് ചെയ്യും വേണം. ഇങ്ങനെയാണ് മിസ്റ്റേക്ക് ഉള്ളത്, ഇത്ര ദൃഹത്തിന് മിസ്റ്റേക്കാണ് സംഭവിച്ചത്, സെയിൽസ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ മാറിയതാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് മാറിയതാണ്, അത് നമ്മൾ ഇങ്ങനെ അശ്രദ്ധ സംഭവിച്ചുകൊണ്ടാണ്, എറർ സംഭവിച്ചതുകൊണ്ടാണ്. അതായത് ഫ്രോഡ് ആക്ടിവിറ്റി അല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് ഫ്രോഡിലി വന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ ഫ്രോഡ് ചെയ്യല്ല, നമ്മൾ എറർ സംഭവിച്ചാണ്, നമ്മൾ അക്കൗണ്ട്സിൽ നിന്ന് എറർ സംഭവിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ വാറ്റ് ഫയൽ ചെയ്യുന്ന ആളെ അടുത്ത് എറർ സംഭവിച്ചത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അത് പ്രൂവ് ചെയ്യുന്ന ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അതിന്റെ റീസൺ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോം 211 ഫയൽ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എത്ര ടൈം പീരീഡ് ഉണ്ടെന്നാണ് നോർമലി നമുക്ക് പറയുന്നത്. നമ്മളൊരു എറർ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എറർ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ഭാഗത്തൊരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ എറർ അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 20 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോം ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. 20 ദിവസത്തിനുള്ളിൽ എറർ സംഭവിച്ചു നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 20 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫോം ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി പെനാൽറ്റിന്റെ സൈഡ് നമുക്ക് പെനാൽറ്റി മൊത്തം ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം, അവിടെ പറയാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു മസ്റ്റ് ആൻഡ് മേ. മസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടാക്സ് പേയബിള് ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും VD ഫയൽ ചെയ്യണം. ടാക്സ് പേയബിൾ മോർ ദാൻ ആണെന്നുണ്ടെങ്കിൽ മേ ആണ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ 10,000 ദിർഹത്തിന്റെ എററാണ് നമുക്ക് സംഭവിച്ചത്. അത് നമ്മൾ പേയബിൾ ആയിരുന്നു. പേയബിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെയ്യാനുള്ളതിന്റെ വോയിസ് ഒന്ന് മ്യൂട്ടാക്കിയാൽ, അത് നമ്മൾ ശരിക്കും കാണിക്കാനുള്ള എമൗണ്ട് ഒരു 20,000 ദിർഹംസ് ആയിരുന്നു. നമ്മൾ ശരിക്കും കാണിക്കാനുള്ളത് 20,000 ദിർഹംസ് ആയിരുന്നു നമ്മൾ കാണിക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ 20,000 കാണിച്ചില്ല, നമ്മൾ 10,000 കാണിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ 10,000 സപ്രസ് ചെയ്തിരിക്കുകയാണ്. 10,000 എന്ത് ചെയ്തില്ല, എമൗണ്ട് കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ വാറ്റ് കാണിച്ചിട്ടില്ല. അപ്പൊ അവിടെ നമ്മൾ ടാക്സ് പേയബിൾ ലെസ് ദാൻ ആണ്, നമ്മൾ കുറച്ചാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആണ്, VD ഫയൽ ചെയ്യൽ മസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു 10,000 മേലുള്ള എററുകൾക്കാണ് ഈ പ്രശ്നമൊക്കെ. അപ്പൊ 10,000 മേലെ നമ്മൾ എറർ സംഭവിച്ചിട്ടുണ്ട്, അതും ടാക്സ് ഗവൺമെന്റിലേക്ക് FTA അങ്ങോട്ട് കൊടുക്കാനുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ VD ഫയൽ ചെയ്യൽ മസ്റ്റ് ആണ്. എന്നാൽ അതേ സിറ്റുവേഷനിൽ 10,000 ദിർഹത്തിനേക്കാളും മേലെ ഉണ്ട്, പക്ഷെ നമ്മൾ ടാക്സ് കൂടുതൽ അടച്ചതാണ്, അതും എററാണല്ലോ. ടാക്സ് കുറവടക്കുന്നതും എററാണ്, ടാക്സ് കൂടുതൽ അടക്കുന്നതും എററാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ശരിക്കും ടാക്സ് നമുക്ക് ഫയൽ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാറ്റ് കൊടുക്കേണ്ടിയിരുന്നത് 30,000 ദിർഹംസ് ആയിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, 50,000 ദിർഹംസ് അറിയാതെ കൊടുത്തുപോയി. നമ്മുടെ സെയിൽ എമൗണ്ട് കൂടി, സെയിൽ എമൗണ്ട് അനുസരിച്ച് കൂടിയപ്പോൾ നമ്മൾ വാറ്റ് എമൗണ്ടും കൂടി. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, സെയിൽ എമൗണ്ട് കൂടിയത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചാണ്. അക്കൗണ്ട്സിൽ മിസ്റ്റേക്ക് സംഭവിച്ചപ്പോൾ സെയിൽസ് കൂടുതൽ കാണിച്ചു, അതിന്റെ വാറ്റ് നമ്മൾ കാണിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 50,000 ദിർഹംസ് കൊടുത്തു. അപ്പൊ 20,000 ദിർഹംസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, എക്സ്ട്രാ കൊടുത്തിരിക്കുകയാണ്. 20 FTA അങ്ങോട്ട് എക്സ്ട്രാ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്തും നമുക്ക് ഈ എക്സ്ട്രാ കൊടുത്ത് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീഫണ്ട് പ്രോസസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാണെങ്കിൽ നമ്മൾ VD ഫയൽ ചെയ്യണം. കാരണം എറർ 10,000 മേലെ വരികയാണെങ്കിൽ VD ഫയൽ ചെയ്യണം. അതിപ്പോ നമ്മൾ അങ്ങോട്ട് കൊടുത്തായാലും ഇങ്ങോട്ട് കിട്ടാനുള്ളതായാലും 10,000 മേലെ എറർ ഉണ്ടോ VD ഫയൽ ചെയ്യണം. അപ്പൊ VD ഫയൽ ചെയ്യുന്ന സമയത്ത് എറർ ടാക്സ് നമ്മൾ അങ്ങോട്ട് കൂടുതൽ കൊടുത്തതാണെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യൽ നിർബന്ധമില്ല, മേ ആണ്. അതായത് ഗവൺമെന്റ് FTA ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. FTAക്ക് കൂടുതൽ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, VD ഫയൽ ചെയ്തിട്ട് ആ എറർ റെക്ടിഫൈ ചെയ്താൽ മതി. നമുക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുമല്ലോ, കാരണം നമ്മൾ അതിൽ നിന്നല്ല പൈസ പോയിട്ടില്ലേ, നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യും. പക്ഷെ FTA പറയുന്നത് അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചെയ്തെടുത്താൽ മതി. എന്നാൽ നേരെ മറിച്ച് ടാക്സ് നമ്മൾ കുറവാണ് അടച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യൽ മസ്റ്റാണ്. അവിടെ മേലില്ല, അവിടെ മസ്റ്റാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ആ കുറഞ്ഞ ടാക്സ് എത്രയാണോ നിങ്ങൾ കുറച്ച് അടച്ചിട്ടുള്ളത് അത് നിർബന്ധമായിട്ടും VD ഫയൽ ചെയ്തിട്ട് ആ പറഞ്ഞ ടാക്സ് കൂടി അടിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി എററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാറ്റിൽ എന്ത് ചെയ്തു, ഒരു എറർ സംഭവിച്ച 2 സിറ്റുവേഷൻസ് ആണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്താ,
എറർ ലെസ് ദാൻ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഓർ മോർ ദാൻ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ. അതായത് ഞാനിപ്പോൾ പറഞ്ഞ സാധനം, അതായത് 10,000 ദിർഹത്തിന് നമ്മൾ ശരിക്കും ടാക്സ് അടക്കുന്നതിനേക്കാളും കൂടുതൽ അടിച്ചു, മോർ ദാൻ. നമ്മൾ ശരിക്കും അടക്കേണ്ടത് 30,000 ദിർഹംസ് ആയിരുന്നു, നമ്മൾ എന്തുകൊണ്ട് അടിച്ചു 50,000 ദിർഹംസ് അടിച്ചു. അപ്പൊ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്തിട്ടുണ്ട്, 20,000 അടച്ചിട്ടുണ്ട്. അപ്പൊ 10,000-ന് മേലെ എറർ സംഭവിച്ചിട്ടുണ്ട്. 10,000-ന് മേലെ എറർ സംഭവിച്ചാൽ നമുക്കറിയാം VD ചെയ്താണ് ആ എറർ റെക്ടിഫൈ ചെയ്യുക. പക്ഷെ ഇവിടെ ടാക്സ് കൂടുതൽ അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 30,000 അടക്കേണ്ടടുത്ത് നമ്മൾ 50,000 അടച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മേ സബ്മിറ്റ് VD. നിങ്ങൾക്ക് വേണമെങ്കിൽ VD ഫയൽ ചെയ്തിട്ട് ആ എറർ റെക്ടിഫൈ ചെയ്യാം. ഇനി വേറൊരു സൈഡ് എന്താ, നമ്മൾ ടാക്സ് കുറച്ചടിച്ചു, അവിടെയാണ് വിഷയം. അതായത് നമ്മൾ 20,000 അടക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്ര അടിച്ചിട്ടുള്ളൂ, 10,000 അടച്ചിട്ടുള്ളൂ ടാക്സ് എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ എറർ എത്ര ദിർഹംസിന്റെ എറർ ഉണ്ട്, 10,000 ദിർഹംസിന്റെ എറർ ഉണ്ട്. അപ്പൊ നിർബന്ധമായിട്ട് നമുക്കറിയാം എന്ത്, VD ഫയൽ ചെയ്യണം. അപ്പോൾ 10,000 ദിർഹത്തിന് മേലെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിർബന്ധമാണ്, മസ്റ്റ് ആയിട്ടും VD ഫയൽ ചെയ്യണം. 10,000 ദിർഹത്തിനും താഴെയാണെന്നുണ്ടെങ്കിലോ VD ഫയൽ ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നെക്സ്റ്റ് അടുത്ത് വരുന്ന വാറ്റ് റിട്ടേണിൽ ഈ എറർ എന്ത് ചെയ്താൽ മതി, റെക്ടിഫൈ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് എറർ വന്നു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വാറ്റ് റിട്ടേണിൽ എപ്പോഴെങ്കിലും എറർ വരികയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഓപ്ഷനാണ് വോളണ്ടറി ഡിസ്ക്ലോഷർ. ഓക്കെ, അപ്പൊ അതിന് ഈ ഒരു കണ്ടീഷൻസ് ആലോചിച്ച് നോക്കുക. ആദ്യം 2 സിറ്റുവേഷൻസ് ആലോചിക്കുക. ഒരു ടാക്സ് റിട്ടേണിൽ നമുക്ക് തെറ്റ് വരുമ്പോൾ 2 ടൈപ്പ് ഓഫ് തെറ്റുകൾ വരാം. ഒന്നെങ്കിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കൂടുതൽ അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കുറച്ചടിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഔട്ട്പുട്ട് ആയിട്ടായിരിക്കാം, ഇൻപുട്ട് ആയിരിക്കാം. ഓക്കെ, ഇൻപുട്ട് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇൻപുട്ട് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് ടാക്സ് കൂടുതൽ എടുത്ത പോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് കുറച്ച് കഴിഞ്ഞാലോ നമ്മൾ ഗവൺമെന്റിന് അങ്ങോട്ട് കൊടുക്കുന്ന പോലെയാണ്. ഇതേപോലെ തന്നെയാണ് ഔട്ട്പുട്ടിന്റെ സിറ്റുവേഷനും. ഔട്ട്പുട്ട് നമ്മൾ അങ്ങോട്ട് കൂടുതൽ അടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അങ്ങോട്ട് കൂടുതൽ അടിച്ചു എന്നാണ്, അല്ലെ? ഔട്ട്പുട്ട് കുറച്ചടിച്ചു പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ ടാക്സ് കുറച്ചടിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ 2 സിറ്റുവേഷൻസ് എപ്പോഴും വരുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ FTA-ക്ക് കൂടുതൽ ടാക്സ് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ FTA-ൽ കുറച്ച് ടാക്സ് അടിച്ചിട്ടുണ്ടാവും. കൂടുതൽ ടാക്സ് അടിച്ച സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ FTA പറയുന്നത് എന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എറർ തിരിച്ചാൽ മതി. കാരണം അത് FTA-ക്ക് ലാഭമുള്ള കാര്യമാണ്. FTA നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുമോ, നിങ്ങൾ ആ എറർ റെക്ടിഫൈ ചെയ്ത് നിങ്ങൾ കൂടുതൽ അടിച്ച ടാക്സ് വാങ്ങിക്കൊണ്ടുപോയിക്കോളൂ ഒന്നും പറയില്ല. കൂടുതൽ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, VD ഫയൽ ചെയ്തിട്ട് ഈ പറഞ്ഞ എറർ 10,000 ദിർഹത്തിന് മേലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്യാം. കുറവടക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ കേസൊക്കെ വരിക. കുറവടക്കുകയും ആ എറർ 10,000 ദിർഹത്തിന് മേലെയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, VD ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെയാണ് വോളണ്ടറി ഡിസ്ക്ലോഷർ ഫോം 211. ഓക്കെ, ഫോം 211-ൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ FTA-ന്റെ സൈറ്റിൽ കയറുക, ഫോം 211 എന്ന് പറഞ്ഞ ഫോം എടുക്കുക. നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് നോക്കാതെ. ഓക്കെ, ആ ഫോം 211 എടുക്കുക. എന്നിട്ട് അതിൽ ഇതേ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിക്കും. ആ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു അറ്റാച്ച്മെന്റ് ചോദിക്കും. ആ അറ്റാച്ച്മെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, VD ഫയൽ ചെയ്യുക. VD ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ FTA അത് നോക്കിയിട്ട് റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നത് ന്യായമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ FTA അതിനനുസരിച്ച് റെക്ടിഫൈ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഇതാണ് എററിന്റെ കേസ്. ഇനി നമ്മൾ ഇൻകറക്റ്റ് ടാക്സ് റീഫണ്ട് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അത് നമ്മൾ റീഫണ്ട് കൊടുക്കുന്ന സിറ്റുവേഷനിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, VD ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ടാക്സ് പേയബിളുമായി ബന്ധപ്പെട്ടാണ്. റീഫണ്ടിന്റെ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഇൻപുട്ട് കൂടുതലുണ്ട്. ഓക്കെ, ഇൻപുട്ട് കൂടുതലായിട്ട് FTA-ൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു എമൗണ്ട് ഇൻപുട്ട് കൂടി കിടക്കുകയാണ്. ഔട്ട്പുട്ടിനേക്കാളും ഇൻപുട്ട് കൂടുതൽ കിടക്കുകയാണ്. അങ്ങനെ ഇൻപുട്ട് നമുക്ക് കൂടുതൽ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നല്ലൊരു എമൗണ്ട് ഇൻപുട്ട് കൂടുതൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ആയിട്ട് ഇങ്ങോട്ട് എടുക്കാം. നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ആയിട്ട് എടുക്കാം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും, റീഫണ്ട് അപ്ലൈ ചെയ്യും. FTA-ന്റെ പോർട്ടൽ വഴി നമ്മൾ എന്ത് ചെയ്യും, റീഫണ്ടിന് അപ്ലൈ ചെയ്യും. അങ്ങനെ റീഫണ്ടിന് നമ്മൾ അപ്ലൈ ചെയ്തു. ഈ റീഫണ്ടിന് അപ്ലൈ ചെയ്ത അപ്ലിക്കേഷൻസിൽ തെറ്റ് വന്നു. അതായത് ശരിക്കും റീഫണ്ട് കൊടുക്കേണ്ടിയിരുന്നത് ഒരു 10,000 ദിർഹത്തിന്റെ റീഫണ്ടേ നമ്മൾ കൊടുക്കാനുള്ളായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, 20,000 ദിർഹത്തിന്റെ റീഫണ്ടിന് അപ്ലൈ ചെയ്തു. ശരിക്കും നമുക്ക് അത്ര റീഫണ്ട് ഇല്ല. നമ്മളെ ഇൻപുട്ട് ശരിക്കും 10,000 ദിർഹംസേ ഉള്ളൂ. നമുക്ക് അർഹതപ്പെട്ട റീഫണ്ട് പറഞ്ഞാൽ 10,000 ഉള്ളൂ. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത്, റീഫണ്ടിന്റെ ഫോം ഫില്ല് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, എമൗണ്ട് കൂടുതൽ കാണിച്ചിട്ട് എന്ത് ചെയ്തു, റീഫണ്ടിന് അപ്ലൈ ചെയ്തു. അപ്പൊ അതെന്താണ്, ഒരു മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ ഒരു എററാണ്. അങ്ങനെ എറർ വരുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, VD ഫയൽ ചെയ്തിട്ട് തന്നെ ആ എറർ റെക്ടിഫൈ ചെയ്യണം. അവിടെ ഈ പറഞ്ഞ 10,000-ന്റെ ലിമിറ്റ് ഒന്നുമില്ല. അപ്പൊ അത് ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ റീഫണ്ട് സബ്മിറ്റ് ചെയ്ത സമയത്ത് ശരിക്കും എനിക്ക് റീഫണ്ട് 2,000 ദിർഹംസേ ഉള്ളായിരുന്നു.
പക്ഷെ ഞാൻ എന്ത് ചെയ്തു, റീഫണ്ടിന്റെ അപ്ലിക്കേഷനിൽ 3000 കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ 1000 ദിർഹംസ് ഞാൻ റീഫണ്ട് എക്സ്ട്രാ ക്ലെയിം ചെയ്യാണ്. 1000 ദിർഹംസ് കൂടി റീഫണ്ട് വേണം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പൊ അത് നമുക്കറിയാം 10,000 മേലെ ഒന്നും പോയിട്ടില്ല, വെറും 2000 3000 ഒക്കെ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ആ എറർ നമ്മൾ റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ VD ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ VD ഫയൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് നമ്മൾ നോക്കിയ സമയത്ത് ഇവിടെ പറഞ്ഞത്. ഈ 3 സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യുക. ഒന്ന്, നമ്മൾ വാറ്റ് റിട്ടേണിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തോ, റീഫണ്ടിന്റെ അപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ. മൂന്നാമത്തെ ഒരു തെറ്റ് എവിടെയാണ്, നമ്മൾ ടാക്സ് അസസ്മെന്റിന് നോട്ടീസിന് റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ. ഈ 3 മിസ്റ്റേക്കിനും നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്യുന്ന ഫോം ഏതാണ്, ഫോം 211 അല്ലെങ്കിൽ VD ആണ്. ഓക്കെ, അപ്പൊ 3 സ്ഥലത്ത് മിസ്റ്റേക്ക് നമുക്ക് വരാം. ഒന്നെങ്കിൽ നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് നമുക്ക് തെറ്റ് വരാം. വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് വരുന്ന തെറ്റിനാണ് നമ്മൾ ഇതൊക്കെ പഠിച്ചത്. ഏത്, ഇപ്പൊ ഈ പറഞ്ഞ 10,000ന്റെ കേസൊക്കെ. ഇതൊക്കെ വാറ്റ് റിട്ടേണുമായി ബന്ധപ്പെട്ടാണ്. വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് സംഭവിച്ച തെറ്റുകൾ. ഇപ്പൊ പറഞ്ഞതോ റീഫണ്ട് അപ്ലിക്കേഷൻ ചെയ്ത സമയത്ത്. അപ്പൊ ഒരാൾക്ക് 2 സ്ഥലത്തും തെറ്റ് സംഭവിക്കാം അല്ലേ. ഒരാൾ ചിലപ്പോൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ റീഫണ്ടിന് അപ്ലൈ ചെയ്ത സമയത്ത് മിസ്റ്റേക്ക് സംഭവിച്ചേക്കാം. വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത സ്ഥലത്താണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ 10,000ന്റെ കേസൊക്കെ പരിഗണിക്കണം. എന്നാൽ അതേ സ്ഥലത്ത് റീഫണ്ടിന് അപ്ലൈ ചെയ്ത സമയത്താണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10,000 ദിർഹത്തിന്റെ ലിമിറ്റ് ഒന്നും നോക്കണ്ട. ആ എറർ റെക്ടിഫൈ ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, VD ഫയൽ ചെയ്തിട്ട് വേണം നമ്മൾ ആ എറർ റെക്ടിഫൈ ചെയ്യാൻ. ഓക്കെ, ഇനി ഇതേ കേസ് തന്നെ ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ അവിടെയും VD ആണ്. ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഫണ്ട് ലെസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഓക്കെ, റീഫണ്ടിന്റെ അപ്ലിക്കേഷൻ ചെയ്തു. റീഫണ്ട് ശരിക്കും നമുക്ക് കിട്ടാൻ അർഹതപ്പെട്ട റീഫണ്ട് 4000 ദിർഹംസ് ഉണ്ട്. ഞാൻ റീഫണ്ടിന് അപ്ലൈ ചെയ്ത് വെറും 2000 ദിർഹത്തിന് മാത്രം. അപ്പൊ ഒരു 2000 ഞാൻ കുറച്ചാണ് അപ്ലൈ ചെയ്തത് അല്ലേ. അപ്പൊ അത് എറർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ എറർ ആണെന്നുണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ എറർ റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മേ ഫയൽ VD ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, VD ഫയൽ ചെയ്താൽ മതി. അപ്പൊ ബേസിക്കലി പറയുന്നത് ഇത്രയേ ഉള്ളൂ. FTന്റെ കയ്യിലാണ് പൈസ എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് നഷ്ടം വരാത്തൊരു, FTക്ക് നഷ്ടം വരാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വോളണ്ടറി ഡിസ്ക്ലോഷർ ഒക്കെ മേ ആണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫയൽ ചെയ്തിട്ട് എറർ തിരുത്തിയാൽ മതി. പക്ഷേ FTAക്ക് ഒരു നഷ്ടം വരികയാണ്, അല്ലെങ്കിൽ FTAക്ക് പൈസ നമ്മൾ കുറച്ചടക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, VD ഫയൽ ചെയ്തിട്ട് വേണം ആ എറർ റെക്ടിഫൈ ചെയ്യണം. അത് വാറ്റ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10,000ന്റെ കണ്ടീഷൻ നമുക്ക് ഉണ്ട്. ഓക്കെ, വാറ്റ് റിട്ടേണിലെ തെറ്റാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ 10,000ന്റെ കണ്ടീഷൻ നമ്മൾ നോക്കണം. 10,000ന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന വാറ്റ് റിട്ടേണിൽ അത് ക്ലിയർ ചെയ്താൽ മതി. 10,000ത്തിന് മേലെ ആണെന്നുണ്ടെങ്കിൽ വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യണം. എന്നാൽ റീഫണ്ടിന്റെ കേസിലോ ഈ പറഞ്ഞ 10,000ന്റെ സിറ്റുവേഷൻ ഒന്നുമില്ല. റീഫണ്ട് നമ്മൾ കുറച്ചാണ് അപ്ലൈ ചെയ്തത്, നമുക്ക് ശരിക്കും കിട്ടാനുള്ള റീഫണ്ട് നല്ലൊരു എമൗണ്ടും നമ്മൾ അപ്ലൈ ചെയ്തത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എറർ തിരുത്തണമെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, VD ഫയൽ ചെയ്താൽ മതി. എന്നാൽ അതേ സ്ഥാനത്ത് നമുക്ക് കിട്ടാനുള്ള റീഫണ്ട് കുറച്ചും നമ്മൾ കൂടുതൽ എമൗണ്ടിന് വേണ്ടിയിട്ട് റീഫണ്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എറർ തിരുത്താൻ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, VD ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ VD ഫയൽ ചെയ്യുന്നതിന് മുന്നേ, വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ടാക്സിൽ എന്തുണ്ടാവാൻ പാടില്ല, ഡ്യൂ ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ ഒരു ടാക്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഡ്യൂ ആയി കിടക്കാൻ പാടില്ല. ഈ ഡിഫറൻസ് മൂലം ഒരു ടാക്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഡ്യൂ ആയി കിടക്കാൻ പാടില്ല. ഇനി ടാക്സ് പെയർ എറർ അല്ലെങ്കിൽ VD സബ്മിറ്റ് ചെയ്യേണ്ടത് അതോറിറ്റി പറയുന്ന അല്ലെങ്കിൽ അതോറിറ്റി സബ്മിറ്റ് ചെയ്ത രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, എറർ ഈ പറഞ്ഞ VD സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഡിസ്കഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് ഏതൊക്കെ ഇൻഫോർമേഷൻസ് വേണമെന്നുള്ളത് ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള മിസ്റ്റേക്സ്, എമിറേറ്റ് മിസ്റ്റേക്ക് വന്നത്, അല്ലെങ്കിൽ ടാക്സിൽ എഫക്റ്റ് ഒന്നും ഇല്ലാത്ത മിസ്റ്റേക്കുകൾ. ഇപ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ടിന്റെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ഇൻകറക്റ്റ് എമിറേറ്റ് സംഭവിച്ചു. ഇപ്പോൾ നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ചെയ്ത് പരിചയമുള്ളവർക്ക് അറിയുന്നുണ്ടാവും, അല്ലാത്തവർക്ക് ഇനി നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അതായത് UAE നമ്മൾ FTAയിൽ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓരോ എമിറേറ്റ് സെപ്പറേറ്റ് കാണിക്കണം. ഇപ്പോൾ അബുദാബിയിൽ എത്ര സെയിൽ നടന്നു, ദുബായിൽ എത്ര സെയിൽ നടന്നു, ഷാർജയിൽ എത്ര സെയിൽ നടന്നു എന്നുള്ളത് നമ്മൾ ഔട്ട്പുട്ടിന്റെ വാല്യൂ കാണിക്കുമ്പോൾ എമിറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ കാണിക്കാൻ. ഓരോ എമിറേറ്റിൽ എത്ര സെയിൽ വന്നു, ഓരോ എമിറേറ്റിൽ എത്ര സെയിൽ വന്നു എന്നുള്ള രീതിയിൽ കാണിക്കണം. അപ്പൊ അങ്ങനത്തെ മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ അബുദാബിയിൽ കാണിക്കുന്നതിന് പകരം
ദുബായിൽ കാണിച്ചു. അത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണ്ട, അതായത് ടാക്സിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ അബുദാബിയിൽ കാണിച്ചാലും ദുബായിൽ കാണിച്ചാലും ടാക്സ് എമൗണ്ട് സെയിം ആണ്, പക്ഷേ എന്ത് ചെയ്ത് എമിറേറ്റ് മാറിപ്പോയി. അങ്ങനത്തെ മിസ്റ്റേക്കും നമുക്ക് സംഭവിക്കാം. അങ്ങനത്തെ മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വോളണ്ടറി ഡിസ്ക്ലോഷർ ഫയൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അല്ലാതെ തന്നെ എന്ത് ചെയ്യാം, അടുത്ത റിട്ടേണിൽ ആ എമൗണ്ട് മാറ്റി ചെയ്യാം. ഇപ്പോൾ ടാക്സ് എഫക്റ്റ് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ടാക്സ് കൂടുകയോ കുറയോ ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീടിന്റെ ആവശ്യമില്ല. ടാക്സ് എഫക്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ടാക്സ് കൂടുതലോ അല്ലെങ്കിൽ ടാക്സ് കുറയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വോളണ്ടറി ഡിസ്ക്ലോസർ ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് വോളണ്ടറി ഡിസ്ക്ലോസർ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, വോളണ്ടറി ഡിസ്ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FTAന്റെ അകത്തുള്ള ഒരു ഫോമാണ്. ഫോം 211 എന്ന് പറയുന്ന ഒരു ഫോമാണ്. ഫോം 201 ആണ് വാറ്റ് റിട്ടേണിന്റെ ഫോം 201. ഓക്കെ, 211 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എററുകൾ, നമ്മൾ സംഭവിച്ച മിസ്റ്റേക്കുകൾ, ഇതൊന്നും ഫ്രോഡ് ആയിട്ട് നമ്മൾ ചെയ്തത് തിരുത്താനുള്ള ഓപ്ഷൻ അല്ല. നമുക്കറിയാതെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാർ കൊണ്ടുപോയിട്ട് പിന്നെ അത് തിരുത്താൻ വേണ്ടി ഫോം 211 അല്ലെങ്കിൽ വീട് ചെയ്യുന്ന അങ്ങനെയല്ല. നമ്മൾ അറിയാതെ എന്ത് ചെയ്തു, ടാക്സ് കൂടുതലോ കുറവോ ഒക്കെ ഒന്നെങ്കിൽ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്ത സമയത്തോ അല്ലെങ്കിൽ റീഫണ്ടിന് അപ്ലൈ ചെയ്ത സമയത്തൊക്കെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ളതാണ് ഈ ഫോം 211. അപ്പോൾ ഫോം 211ഉം വോളണ്ടറി ഡിസ്ക്ലോഷറും പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരും. നമ്മൾ ഹ്യൂമൻസ് ആണ്, നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ചിലപ്പോൾ മിസ്റ്റേക്കോ എററൊക്കെ വന്നേക്കാം. അങ്ങനെ എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോം മുഖാന്തരമാണ് എന്ത് ചെയ്യുക, ആ എറർ തിരുത്തുക. ഓക്കെ, അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് വാറ്റ് റിട്ടേണിലാണ് മിസ്റ്റേക്ക് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 10,000ന്റെ കണ്ടീഷൻ നോക്കണം. 10,000ത്തിന് മേലെയാണോ 10,000ത്തിന് താഴെയാണോ നോക്കണം. 10,000ത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന വാറ്റ് റിട്ടേണിൽ എന്ത് ചെയ്താൽ മതി, ആ എറർ റെക്ടിഫൈ ചെയ്താൽ മതി. 10,000ത്തിന് മേലെയാണെന്നുണ്ടെങ്കിൽ VD ഫയൽ ചെയ്യണം. എന്നാൽ അതേ സ്ഥാനത്ത് റീഫണ്ടിന്റെ അപ്ലിക്കേഷനിലാണ് തെറ്റ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 10,000ത്തിന്റെ കണ്ടീഷനൊന്നുമില്ല. എത്ര എമൗണ്ട് നിങ്ങൾ റീഫണ്ടിൽ തെറ്റ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, VD ഫയൽ ചെയ്തിട്ട് വേണം ആ എറർ റെക്ടിഫൈ ചെയ്യാൻ. ഓക്കെ, സോ അതാണ് വോളണ്ടറി ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞ ഡിസ്കഷൻ. ഇനി നമ്മൾ അടുത്ത വേറൊരു പോയിന്റിലേക്ക് പോവാണ്, അതാണ് ഇൻവോയ്സസ്. ഇൻവോയ്സസ് നിങ്ങൾക്കറിയാം, പൊതുവെ 2 ടൈപ്പ് ഓഫ് ഇൻവോയ്സുകളാണ് UAE-യിലുള്ളത് അല്ലെങ്കിൽ UAE വാറ്റിലുള്ളത്. അതിലൊന്ന് ടാക്സ് ഇൻവോയ്സ് ആണ്. ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഓൾറെഡി ടാക്സ് ഇൻവോയ്സ് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രാക്ടിക്കലി അറിയുന്നതായിരിക്കും. ടാക്സ് ഇൻവോയ്സ് നമ്മൾ പൊതുവെ സപ്ലൈ അല്ലെങ്കിൽ കൊടുക്കുക B2B കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ 10,000 ദിർഹത്തിന് മേലേക്കുള്ള സെയിൽസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക. B2Bക്കൊക്കെ നമ്മൾ B2B കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് ഇൻവോയ്സ് കൊടുക്കണം. ഇനിയിപ്പോൾ B2B അല്ല, B2C ആണ്. B2C ആണെങ്കിലും 10,000 ദിർഹത്തിന് മേലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, ടാക്സ് ഇൻവോയ്സ് തന്നെ ഇഷ്യൂ ചെയ്യണം. രണ്ടാമതൊരു ഇൻവോയ്സ് ആണ് സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ്. അതായത് ടാക്സ് ഇൻവോയ്സിന്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ, അതായത് അത് സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ B2C കസ്റ്റമേഴ്സിന്, ഓക്കെ, B2C കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ 10,000 ദിർഹത്തിന് താഴെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ്. അപ്പൊ എന്താ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. ഓക്കെ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് നമ്മൾ അവിടുന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്തല്ല, വാറ്റ് രജിസ്റ്റേർഡ് ആളല്ല. അപ്പൊ നമ്മൾ B2C ആണ് അല്ലെ, സൂപ്പർ മാർക്കറ്റ് വാറ്റ് രജിസ്റ്റേർഡ് ആയിരിക്കും, നമ്മൾ വാറ്റ് രജിസ്റ്റേർഡ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു B2C ട്രാൻസാക്ഷൻ ആണ്, ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബിസിനസ് ടു കസ്റ്റമർ ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തരുന്ന ഇൻവോയ്സുകൾ, നമുക്ക് തരുന്ന ഇൻവോയ്സുകൾ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സുകളാണ്. അപ്പോൾ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇത്തരത്തിൽ B2C കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ 10,000 ദിർഹത്തിന് താഴെയുള്ള B2C ഉള്ള അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ തരുന്നതാണെന്ത് ഈ പറഞ്ഞ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സും നോർമൽ ടാക്സ് ഇൻവോയ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ടാക്സ് ഇൻവോയ്സിന് UAE-യിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. അതായത് നിങ്ങളൊരു ടാക്സ് ഇൻവോയ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ UAE വാറ്റ് അല്ലെങ്കിൽ FTA പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലല്ല നിങ്ങൾ ഇൻവോയ്സ് കൊടുത്തെന്നുണ്ടെങ്കിൽ ഹ്യൂജ് പെനാൽറ്റീസ് ആണ് വരിക. ഹ്യൂജ് പെനാൽറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയത്തും പല ടൈപ്പ് ഓഫ് പെനാൽറ്റി അവരിടാം. അപ്പോൾ അത് സ്ട്രിക്റ്റ് ഫോർമാറ്റ് ആണ്. FTA പറയുന്നത് ഇത്ര സാധനങ്ങൾ നിങ്ങളൊരു ടാക്സ് ഇൻവോയ്സിൽ വേണമെന്ന് പറഞ്ഞാൽ ആ സാധനം ആ ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടാവൽ നിർബന്ധമാണ്. അപ്പൊ അതില്ലാത്ത ടൈപ്പ്, അതിൽ നിന്ന് കുറച്ചൊന്ന് ലഘൂകരിച്ചതിനാണ് നമ്മൾ എന്താ പറയുക, സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയാം. അപ്പൊ നോർമൽ ഒരു ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടാവേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിന് നമ്മൾ ഫീൽഡ് എന്ന് പറയാം. ഒരു ടാക്സ് ഇൻവോയ്സിൽ നിർബന്ധമായിട്ടും വേണ്ട സാധനങ്ങളാണ്. അതിൽ ആദ്യത്തത് ടാക്സ് ഇൻവോയ്സ് എന്നുള്ളൊരു ലേബലാണ്. അപ്പൊ നിങ്ങൾ ടാക്സ് ഇൻവോയ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, മേലെ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ടാക്സ് ഇൻവോയ്സ് എഴുതിയിട്ടുണ്ടാവും.
ആ ടാക്സ് ഇൻവോയ്സ് എഴുതുന്നത് വെറുതെ അല്ല, അത് റൂളാണ്, നിർബന്ധമായിട്ടും. ഇപ്പൊ ഈവൻ നിങ്ങളുടെ കമ്പനീന്റെ ചില ആൾക്കാർ എന്ത് ചെയ്യും, കമ്പനീന്റെ പേരും അഡ്രസ്സും ഒക്കെ വലിയ ഇത് കൊടുക്കും, ടാക്സ് ഇൻവോയ്സിന് എഴുതാൻ വിട്ടുപോകും, അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സിന് കാണിക്കൂല. സോഫ്റ്റ്വെയറിനാണ് എടുക്കുന്നതെങ്കിൽ ഒരുവിധം സോഫ്റ്റ്വെയറിലൊക്കെ അതുണ്ടാവും. എന്നാൽ ചില ആൾക്കാർ അത് മിസ്സായി പോകും. അങ്ങനെ മിസ്സായി പോയാൽ നല്ല ഫൈൻ വരും. അത് ഡിപ്പെൻസ് ആണ്. ചില സമയത്ത് FTA നല്ലൊരു എമൗണ്ട് ഇടാറുണ്ട്, ചില സമയത്ത് കുറച്ച് ഇടാറുള്ളൂ. പക്ഷെ അത് മൊത്തത്തിൽ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അവരിടുക. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്നുള്ളത് ഒരു ടാക്സ് ഇൻവോയ്സിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഹെഡിങ് കൊടുക്കണം. പിന്നെ നമ്മുടെ സപ്ലയർ അഡ്രസ്സ് വേണം, സപ്ലയർ പേര് വേണം, അവരുടെ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ വേണം, അത് നിർബന്ധമായിട്ട് വേണം. റെസിപ്പിയന്റ് ആരാണോ അല്ലെങ്കിൽ കസ്റ്റമർ ആരാണോ അയാളുടെ പേര്, അഡ്രസ്സ്, TR നമ്പർ നിർബന്ധമായിട്ട് കൊടുക്കണം. ഇൻവോയ്സിന്റെ നമ്പറും ഡേറ്റും കൊടുക്കണം. ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ അതിൽ കൊടുക്കണം. ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ് കൊടുക്കണം. നെറ്റ് എമൗണ്ട് വാറ്റ് ഇല്ലാത്തത് എക്സ്ക്ലൂഡിങ് വാറ്റ് കൊടുക്കണം. വാറ്റിന്റെ റേറ്റ് കൊടുക്കണം. വാറ്റ് എമൗണ്ട് കൊടുക്കണം. ഗ്രോസ് ടോട്ടൽ എമൗണ്ട്, അതായത് ഈ വാറ്റ് ഇല്ലാത്ത എമൗണ്ടിലേക്ക് വാറ്റ് കൂട്ടി കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് ഗ്രോസ് എമൗണ്ട് കൊടുക്കണം. ഇനി ഫോറക്സിലാണ് ട്രാൻസാക്ഷൻ എന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സാധനത്തിനകത്ത് കാണിക്കണം. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഒരു ടാക്സ് ഇൻവോയ്സിൽ നിർബന്ധമാണ്. നിങ്ങളൊരു ടാക്സ് ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമാണ്. ടാക്സ് ഇൻവോയ്സ് ഞാൻ പറഞ്ഞില്ലേ, B2B കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അത് രണ്ട് പാർട്ടിയും വാറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാർ, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻവോയ്സ് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി B2B അല്ല, B2C ആണ്. പക്ഷെ ആ B2Cയിൽ നമ്മൾ കൊടുക്കുന്നത് 10,000 ദിർഹത്തിനും മേലുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യൽ നിർബന്ധമാണ്. കസ്റ്റമർക്ക് ടാക്സ് ഇൻവോയ്സ് കൊടുക്കണം. അപ്പൊ ആ ടാക്സ് ഇൻവോയ്സിൽ ഈ പറഞ്ഞ ഫീൽഡുകൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഓക്കെ. ഇനി ടാക്സ് ഇൻവോയ്സ്, ഈ പറഞ്ഞ ടാക്സ് ഇൻവോയ്സ് അല്ലാത്ത സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറേ റിലാക്സേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ റിലാക്സേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കസ്റ്റമർ നെയിമും അഡ്രസ്സും ഒന്നും കാണിക്കണ്ട. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമുക്ക് തരുന്നത് എന്താ, സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ആണ്. അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്തേ ഉണ്ടാവുള്ളൂ, ആ സൂപ്പർ മാർക്കറ്റിന്റെ പേരും ടാക്സ് രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ പേരും അഡ്രസ്സും ഒക്കെ അതിലുണ്ടാവോ, ആർക്കാണ് വിറ്റത്, ആരുടെയാണ് ഇവരുടെ അഡ്രസ്സ് ഇവിടെ ഉണ്ടാവോ, ഇല്ല. കാരണം എന്താ, അത് സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ആണ്. അതിൽ അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റെസിറ്റന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗുഡ്സ് ഏതൊക്കെയാണ്, അതിന്റെ വാല്യൂ എത്രയാണ്, ടാക്സ് എമൗണ്ട് എത്രയാണ്, അതൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡേറ്റും ടൈമും ഒക്കെ ഉണ്ടാവും. സപ്ലയറുടെ പേരും ഉണ്ടാവും, അതായത് ആ സൂപ്പർ മാർക്കറ്റിന്റെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വാങ്ങിയ ആളെ ഡീറ്റെയിൽസ് എന്തുണ്ടാവില്ല, സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സിൽ ഉണ്ടാവില്ല. പക്ഷെ ടാക്സ് ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ, നോർമൽ ടാക്സ് ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണം. സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ആകുമ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ, പ്രത്യേകിച്ചും കസ്റ്റമർ പേര് അതിൻ്റെ അകത്ത് നിർബന്ധമില്ല. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സിൽ വേണ്ട കാര്യങ്ങൾ. സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സിൽ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് ഇൻവോയ്സ് എന്നുള്ള ലേബൽ വേണം, സപ്ലയറുടെ പേരും അവരുടെ അഡ്രസ്സും ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ വേണം, ഡേറ്റ് വേണം, ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ വേണം, വാറ്റ് എമൗണ്ടും ടോട്ടൽ സെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് വേണം, അത് സിംപ്ലിഫൈഡ് ഇൻവോയ്സിൽ വേണം. പക്ഷെ വേണ്ടാത്തത് എന്താണ്, റെസിപ്പിയന്റിന്റെ അഡ്രസ്സ്, വാങ്ങുന്ന ആളുടെ പേരും അഡ്രസ്സും ഒന്നും എന്തിൽ വേണ്ട, സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ആണെങ്കിൽ വേണ്ട. പക്ഷെ ടാക്സ് ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിർബന്ധമായിട്ടും വേണം. ഓക്കെ. സോ അതാണ് മറ്റൊരു കേസ്. ഇനി വരാൻ പോകുന്നത് ഈ ഇൻവോയ്സിന്റെ സ്ട്രക്ചറാണ്. നമുക്ക് രണ്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഈ ഇൻവോയ്സിങ് നമുക്ക് അധികം പറയാനുണ്ട്. കാരണം എസ്പെഷ്യലി ഇനി 2026 നമുക്ക് UAE ഈ ഇൻവോയ്സിംഗ് ആണ് കാര്യമായിട്ട് നടക്കാൻ പോകുന്ന വലിയൊരു, നാട്ടിലെ ഏറ്റവും വലിയൊരു ചേഞ്ച് അതാണ് വരാൻ പോകുന്നത്. ഈ ഇൻവോയ്സിംഗിലേക്ക് പോവാൻ. അപ്പോൾ ജൂലൈയോടുകൂടി ഇൻവോയ്സിംഗ് കംപ്ലീറ്റ് ആക്കാൻ, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയർ ഏകദേശം ആവാനാണ് പ്ലാൻ. അപ്പോൾ ജൂലൈ തൊട്ട് അത് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ കുറച്ചധികം ഡിസ്കഷൻ ചെയ്യാനുണ്ട്. കാരണം ഈ ഇൻവോയ്സിംഗിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു ചലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി സൗദിയിലുള്ള ഈ ഒരു ചലഞ്ച് ടാക്കിൾ ചെയ്ത് വരുന്ന ഒരു ചലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻവോയ്സിംഗ് ഇന്റഗ്രേറ്റ് ചെയ്യാറുള്ള പ്രോസസ്സാണ്. അതായത് നമ്മൾ FTന്റെ സൈറ്റും നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്നാലേ നമ്മൾ ഈ ഇൻവോയ്സിംഗ് പോസിബിൾ ആകും. ഇപ്പോൾ നമ്മൾ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ, ഇപ്പോൾ POS മെഷീനൊക്കെ ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. POS മെഷീനിൽ സെയിൽ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റഡ് ആയിരിക്കണം. ഇന്റഗ്രേറ്റഡ് ആയാലേ എന്ത് ചെയ്യുള്ളൂ, ഇത് FTന്റെ പോർട്ടലിൽ, ഇൻവോയ്സിംഗിന്റെ പോർട്ടലിൽ ഇത് റിഫ്ലക്റ്റഡ് ആവുള്ളൂ, ഇത് സെയിൽ ബില്ല് റിഫ്ലക്റ്റഡ് ആവുള്ളൂ. അപ്പൊ അതിന് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്പും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഇൻവോയ്സിംഗിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേണിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ ഇൻവോയ്സിങ് ഒറ്റ സെഷൻ തന്നെ നമുക്ക് വേണ്ടി വരും. ഒരു ദിവസത്തെ കേസ് തന്നെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം ഇല്ലെങ്കിലും ഒരു ഹാഫ് ആൻ അവറിന്റെ ഡിസ്കഷനെങ്കിലും ഈ ഇൻവോയ്സിൽ പറയാണ്ടാവും. അപ്പോൾ നമുക്ക് അത് നാളത്തെ ഡിസ്കഷനിൽ പറയാം. ഓക്കെ.
ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി പറയാൻ പോകുന്നത് വാറ്റ് റിട്ടേണുമായി ബന്ധപ്പെട്ടാണ്. വാറ്റ് റിട്ടേൺ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫോം 201 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്തും ഈ ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വാറ്റ് റിട്ടേണും കാര്യങ്ങളൊക്കെ ചെയ്യാം. FTAന്റെ സൈറ്റിനകത്ത് ഫോം 201 എന്ന് പറഞ്ഞ ഫോമിനാണ് എന്ത് ചെയ്യുക, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ പലപ്പോഴും നമ്മൾ വാറ്റ് റിട്ടേൺ എന്നൊക്കെ പറയും, പക്ഷേ ഓഡിറ്റേഴ്സിന്റെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഓഡിറ്ററോ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അവർ ചോദിക്കുക ഫോം 201 ഉണ്ടോ എന്ന് ചോദിക്കാം, വാറ്റിന്റെ ഫോം 201 ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ അത് ഓർമ്മയിൽ വേണം. ഫോം 201 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റ് റിട്ടേൺ ആണ്. ഓക്കെ, ഇനി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ടാക്സ് പീരീഡ് എന്താണെന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. എപ്പോഴാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്ന് നമുക്ക് മന്ത്ലിയും ഫയൽ ചെയ്യാം, മറ്റേത് നമുക്ക് ക്വാർട്ടർലിയും ഫയൽ ചെയ്യാം. മോസ്റ്റ് ഓഫ് ദി ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ബിസിനസ്സുകാരും UAE-ൽ 3 കലണ്ടർ മന്ത് ഉള്ള അല്ലെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ക്വാർട്ടർലി റിട്ടേൺ ഫയൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തെ എന്ത് ചെയ്യുക, വാറ്റ് റിട്ടേൺ അടുത്ത മാസം അല്ലെങ്കിൽ ആ 3 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള മാസം ചെയ്യാം. അത് ക്വാർട്ടർ വൈസ്. ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ഒരു ക്വാർട്ടർ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അടുത്ത ക്വാർട്ടർ, ഒക്ടോബർ നവംബർ ഡിസംബർ അടുത്ത ക്വാർട്ടർ, ജനുവരി ഫെബ്രുവരി മാർച്ച് അടുത്ത ക്വാർട്ടർ. ഈ രീതിയിൽ 3 മാസം വെച്ചിട്ട് ക്വാർട്ടർ ആയിട്ട് എന്ത് ചെയ്യുക, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വാർട്ടർലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ക്വാർട്ടർലി ഫയലിംഗ് എന്ന് പറയാം. ക്വാർട്ടർലി ഫയലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ വാറ്റ് റിട്ടേണിന്റെ ഡെഡ് ലൈൻ വരിക 20th ഡേ ആഫ്റ്റർ ദ എൻഡ് ഓഫ് ടാക്സ് പീരീഡ് എന്നാണ്. നിങ്ങളുടെ ടാക്സ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം വരുന്ന മാസത്തിലുള്ള 28ാം തീയതി. ഒരു ഉദാഹരണത്തിന് നമ്മളെ ടാക്സ് പീരീഡ് ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടർ ആണ്. ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടർ, ഈ 3 മാസം. ഓക്കെ, ഈ 3 മാസത്തിന്റെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരിക നമ്മൾ ജൂലൈ 28ാം തീയതിക്കുള്ളിലാണ്. ഓക്കെ, അതായത് 3 മാസവും കഴിഞ്ഞിട്ട് ശേഷം വരുന്ന മാസത്തിന്റെ 28ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇപ്പൊ നമ്മൾ നോക്കുക, ഇനി വേറൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച്, ഇത് 3 ഒരു ക്വാർട്ടറാണ്. ഈ 3 മാസം ജനുവരി ഫെബ്രുവരി മാർച്ചിന്റെ വാറ്റ് റിട്ടേൺ എന്നാ ഫയൽ ചെയ്യേണ്ടി വരിക, ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഏപ്രിൽ മാസത്തിൽ 28ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ടാക്സ് റിട്ടേൺ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ക്വാർട്ടർ കഴിഞ്ഞതിന് ശേഷം വരുന്ന മന്തിലെ 28th എന്ത് ചെയ്യേണ്ടി വരിക, വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരിക. ഇതാണ് ക്വാർട്ടർലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാരുടെ കേസ്. ഇനി ഞാൻ പറഞ്ഞു 90% ബിസിനസ് അല്ലെങ്കിൽ ഒരു 90% പറയാൻ പറ്റില്ല, ഒരു 70 to 80% ബിസിനസ്സുകാരും ക്വാർട്ടർലി ഇങ്ങനെ ഫയൽ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. എന്നാൽ വേറൊരു സൈഡ് ഉണ്ട്, മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർ. മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേര് ലാർജ് ബിസിനസ് ആണ്. അതായത് ലാർജ് ബിസിനസ്സുകാരാണ് എന്ത് ചെയ്യേണ്ടത്, മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. നിങ്ങൾ എപ്പോഴാണ് ഒരു ലാർജ് ബിസിനസ് ആവുക? ലാർജ് ബിസിനസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേൺ ഓവർ 150 million മേലെ പോകണം. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ടേൺ ഓവർ 150 million മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ, 150 million ദിർഹംസ് ആണ്, 150 million ദിർഹംസ് എബവ് നമ്മുടെ ടേൺ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമായിട്ടും മന്ത്ലി ഫയൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് മാസം നമ്മൾ എന്ത് ചെയ്യണം, ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുകയും മന്ത്ലി നമ്മൾ എന്ത് ചെയ്യണം, വാറ്റിന്റെ പേയ്മെന്റ് നടത്തണം. അപ്പൊ നമ്മുടെ വാറ്റ് റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റ് വരെ 20th ഓഫ് ആഫ്റ്റർ ഈച്ച് മന്ത് ആണ്. അതായത് ഇപ്പൊ ഈ മാസം കഴിഞ്ഞു, ഡിസംബർ മാസം കഴിഞ്ഞു, നമ്മൾ മന്ത്ലി ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഡിസംബർ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി 28ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം. ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരി 28ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് മന്ത്ലി ഫയൽ ചെയ്യുന്ന ആൾക്കാർ ആ മാസം കഴിഞ്ഞ് അതിന് ശേഷം വരുന്ന നെക്സ്റ്റ് മന്ത് 20th നമ്മൾ എന്ത് ചെയ്യണം, ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് സിറ്റുവേഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന ആൾക്കാരും ഇത് മന്ത്ലി ഫയൽ ചെയ്യുന്ന ആൾക്കാരും. അപ്പൊ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുവിധം എല്ലാ കമ്പനികളും വലിയ 150 million ദിർഹത്തിന്റെ മേലെയൊന്നും ടേൺ ഓവർ എത്താത്ത കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ, പൊതുവേ കുറെ കമ്പനീസ് അങ്ങനെയാണ്, എന്നാൽ അല്ലാത്തതുണ്ട് 150 million ഒക്കെ എപ്പോഴോ അടിച്ച കമ്പനികളും ഉണ്ട്. അപ്പൊ അവര് മന്ത്ലി ഫയൽ ചെയ്യും, അല്ലാത്തവരെന്ത് ചെയ്യും, ക്വാർട്ടർലി ഫയൽ ചെയ്യും. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും ഡ്യൂ ഡേറ്റ് വരെ 28ാം തീയതിയാണ്. പക്ഷേ 28ാം തീയതി ഒന്ന് ഒരു ക്വാർട്ടർ കഴിഞ്ഞതിന് ശേഷം വരുന്ന മാസത്തിലുള്ള 28ാം തീയതി, മറ്റേ ആൾക്കാർക്ക് ഓരോ മാസവും കഴിഞ്ഞതിന് ശേഷം അടുത്ത് വരാൻ പോകുന്ന മാസത്തിന്റെ ഉള്ളിൽ 28ാം തീയതിക്കുള്ളിലാണ് എന്ത് ചെയ്യേണ്ടി വരിക, വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡെഡ് ലൈൻ. ഓക്കെ, സോ ഡെഡ് ലൈൻ അതാണ്. ഓക്കെ, ഇനി പേയ്മെന്റ് നമുക്ക് പിന്നെ ഫയൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് പല ആൾക്കാരും വിചാരിച്ചിട്ടുള്ളത് വാറ്റ് റിട്ടേൺ ഇപ്പോൾ ഫയൽ ചെയ്യാം, പേയ്മെന്റ് പിന്നെ കൊടുക്കാം എന്നുള്ളതാണ്. അതായത് റിട്ടേൺ വേറെ പേയ്മെന്റ് വേറെ ആണല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല.
വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, പേയ്മെന്റ് കൂടി എന്ത് ചെയ്യണം, അല്ലെ പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് എന്നുള്ള എമൗണ്ടിലേക്ക് എന്ത് ചെയ്യും, അപ്പൊ തന്നെ അത് ആ എമൗണ്ട് വരും. റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അതായത് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേയ്മെന്റ് അപ്പം തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ അൺപെയ്ഡ് എമൗണ്ട് എന്നുള്ള ഒരു കോളത്തിനകത്ത് എന്ത് ചെയ്യും, ഈ എമൗണ്ട് കയറി കിടക്കും. അപ്പൊ തന്നെ വാറ്റ് റിട്ടേണിന്റെ കൂടെ തന്നെ പേയ്മെന്റ് അടക്കാനാണ് എന്ത് ചെയ്യുന്നത്, FTA സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ പേയ്മെന്റിന് വേറൊരു ഡ്യൂ ഡേറ്റും റിട്ടേൺ വേറൊരു ഡ്യൂ ഡേറ്റും ഇല്ല. കുറെ ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതായത് റിട്ടേൺ അല്ലേ 28-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, റിട്ടേൺ ഫയൽ ചെയ്തിടാം, എന്നിട്ട് എന്ത് ചെയ്യുക, ടാക്സ് ചിലപ്പോൾ പിന്നെ എപ്പോഴേലും കൊടുത്താൽ പോരെ എന്നാണ്. പക്ഷെ അതല്ല, ടാക്സിന്റെ ഡ്യൂ ഡേറ്റും എന്താണ്, ടാക്സ് പേയ്മെന്റിന്റെ ഡ്യൂ ഡേറ്റും റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റും ഈ പറഞ്ഞ ഡെഡ് ലൈൻ തന്നെയാണ്. അപ്പൊ 28-ാം തീയതിക്കുള്ളിൽ ടാക്സ് റിട്ടേണും ഫയൽ ചെയ്യണം, അതിൽ എന്തെങ്കിലും ടാക്സ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയും വേണം. രണ്ടിനുള്ള ഡ്യൂ ഡേറ്റ് ഇതേ എമൗണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി ഡ്യൂ ഡേറ്റ് വന്നത് നമുക്കൊരു വീക്കെൻഡിലോ അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇൻ ബിറ്റ്വീൻ നമുക്ക് 28-ാം തീയതി വന്നത് ഒരു വീക്കെൻഡാണ് അല്ലെങ്കിൽ ഒരു ഹോളിഡേ ഡേയ്സിലാണ് 28-ാം തീയതി വന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഡ്യൂ ഡേറ്റ് മാറും. ഡ്യൂ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, പിന്നീട് വരുന്ന ഫസ്റ്റ് ബിസിനസ് ഡേയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, വാറ്റിന്റെ ഡ്യൂ ഡേറ്റ് വരിക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഡിസംബർ മാസത്തിന്റെ വാറ്റ് റിട്ടേൺ നമുക്ക് ജനുവരി 28-ാം തീയതിക്കുള്ളിൽ ചെയ്യേണ്ട ഒരു ടീമാണെന്ന് വിചാരിക്കാം, മന്ത്ലി ഫയൽ ചെയ്യുന്നവരാണ്. അപ്പൊ ജനുവരി 28 എന്ത് വന്നു, ഒരു നാഷണൽ ഹോളിഡേ വന്നു, എന്തോ കാരണത്താൽ ഒരു ഹോളിഡേ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനുവരി 29 നോക്കുക, ജനുവരി 29 ബിസിനസ് ഡേ ആണോ നോക്കുക, ബിസിനസ് ഡേ അല്ല എന്ന് വിചാരിച്ചു, അന്നും നാഷണൽ ഹോളിഡേ ആണ്. 30-ാം തീയതി നോക്കുക, 30-ാം തീയതി ഒരു ബിസിനസ് ഡേ ആണ് നോക്കുക, 30-ാം തീയതി ബിസിനസ് ഡേ ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡ്യൂ ഡേറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പീരീഡിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഹോളിഡേ വരികയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന ബിസിനസ് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യണം, വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ നമ്മൾ 8:45 സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കുറച്ച് നേരം കൂടി എടുക്കാമല്ലോ. അപ്പോൾ അത് സ്റ്റാഗർ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, സ്റ്റാഗർ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാക്സ് റിട്ടേൺ നിങ്ങൾക്കറിയാം, ടാക്സ് റിട്ടേൺ കുറേ കമ്പനി ഉണ്ട്, UAE ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനി ഉണ്ടാവും. UAE എന്നല്ല, അവിടെ ബിസിനസ്സുകളും ഒരുപാട് കമ്പനി ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ കംപ്ലൈൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ വോളിയൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ വോളിയം കൂടുതലാകുമ്പോൾ ഇവർക്ക് ഇത് പ്രോസസ്സ് ചെയ്യാനും ഇതിന്റെ സിസ്റ്റം അത്രയും ഹൈ പരിപാടി ഈവൻതോ അവിടെ ഉണ്ടെങ്കിലും അതിനൊരു കോംപ്ലക്സിറ്റി വരും. എല്ലാവരും കൂടി ഒരേ സമയം ഫയൽ ചെയ്യുന്നു, എല്ലാവരുടെയും ഒരേ സമയം നോക്കണം, ഒരു കോംപ്ലക്സിറ്റി വരും. ആ കോംപ്ലക്സ് സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് UAE നടക്കുന്ന ഒരു പരിപാടിയാണ് സ്റ്റാഗർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ കമ്പനി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇനി പരിചയമില്ലാത്ത ആരാണെന്നെങ്കിലും ഒരു വാറ്റ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മേലെ ഉണ്ടാവും ഒരു സ്റ്റാഗർ പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തിട്ടുണ്ടാവും, സ്റ്റാഗർ. ഈ സ്റ്റാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്. സ്റ്റാഗർ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാഗർ ചെയ്തിടാറില്ല, നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാഗറിങ് ആക്കുക എന്ന് പറയും. അതായത് നമ്മൾ മുറിച്ച് മാറ്റുക അല്ലെങ്കിൽ ഒന്ന് പരത്തുക എന്നൊക്കെ പറയും. അതായത് ഒരുമിച്ച് എല്ലാവരും കൂടി ഫയൽ ചെയ്യുന്നതിന് പകരം ഫയലിംഗ് എന്ത് ചെയ്തു, ഒന്ന് പരത്തി എല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യേണ്ട, അടിച്ചു കയറി ഫയൽ ചെയ്യേണ്ട. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഉള്ള അനുഭവം ഇതാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അന്ന് എല്ലാവർക്കും ഒരേ ഡ്യൂ ഡേറ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും കൂടി ഓൾ ഇന്ത്യയിലുള്ള എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, ഇൻകം ടാക്സിന്റെ സൈറ്റ് കയറിയിട്ട് ഫയൽ ചെയ്യുമ്പോൾ സൈറ്റ് എന്താവും, ഹാങ് ആവും, ബ്ലോക്ക് ആവും, സൈറ്റ് കിട്ടാതാവും, ആകപ്പാടെ ബഹളങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കും അന്നത്തെ ആ ഒരു ഡ്യൂ ഡേറ്റിന്റെ ആ ഒരു 2 ദിവസം. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് UAE കണ്ടുപിടിച്ച അല്ലെങ്കിൽ UAE ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റാഗർ എന്നുള്ള കൺസെപ്റ്റ്. സ്റ്റാഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ടാക്സബിൾ പേഴ്സണും ഓരോ ടാക്സ് പീരീഡ് എന്ത് ചെയ്യും, UAE ഗവൺമെന്റ് FTA എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുമ്പോൾ, FTA നമുക്ക് തിരിച്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അതിലൊരു സ്റ്റാഗർ പീരീഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന പീരീഡിലാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, ഇന്ന പീരീഡാണ് നിങ്ങളുടെ ടാക്സ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് തരും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാഗർ എന്ന് പറയാം. അപ്പൊ UAE പൊതുവെ 4 സ്റ്റാഗർ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ സാധനം മാറ്റിയിട്ടുള്ളത്. 4 സ്റ്റാഗറുകളാണ്. അതിൽ സ്റ്റാഗർ 1 എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് അവരുടെ ടാക്സ് പീരീഡ് എൻഡ് ചെയ്യുക ജനുവരി 31-ാം തീയതിയാണ്. ഇത് സ്റ്റാഗർ 1-ലാണ് നിങ്ങളുടെ ബിസിനസ് രജിസ്ട്രേഷൻ കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് പീരീഡ് എൻഡ് ചെയ്യുക 31st ജനുവരി ഓഫ് എവറി ഇയർ ആണ്. ഒരു ഇയറിന്റെ 31-ാം തീയതി നിങ്ങളുടെ ടാക്സ് പീരീഡ് എൻഡ് ആവും. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാഗർ 1-ലാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയ സമയത്ത് കാണിച്ച്. ഇപ്പോൾ രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ തന്നെ കാണും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും UR സ്റ്റാഗർ 1, സ്റ്റാഗർ 2, സ്റ്റാഗർ 3, സ്റ്റാഗർ 4, ഏത് സ്റ്റാഗർ ആണെന്നുള്ളത് അതിനകത്തുണ്ടാവും.
രജിസ്ട്രേഷനിൽ മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ റിട്ടേണിന്റെ ഫോം നമ്മൾ ഈ പറഞ്ഞ 201 ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. ആ 201 മേലെ ഉണ്ടാവും നിങ്ങൾ ഏത് സ്റ്റാഗറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാന്നുള്ളത്. അപ്പൊ സ്റ്റാഗർ 1 എന്ന് പറഞ്ഞാൽ സ്റ്റാഗർ 1 രജിസ്ട്രേഷൻ കിട്ടിയ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ റിട്ടേണിന്റെ ടാക്സ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 ജനുവരിയിൽ എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. അപ്പൊ അവരുടെ പുതിയ ടാക്സ് പീരീഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫെബ്രുവരി തൊട്ടായിരിക്കും. അപ്പൊ അവർക്ക് ഫെബ്രുവരി മാർച്ച് ഏപ്രിലാണ് അടുത്ത ടാക്സ് പീരീഡ്. അതിനുശേഷം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അങ്ങനെ 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 പോയിട്ട് എന്ത് ചെയ്യും, ജനുവരി 31 ആകുമ്പോൾ അവരുടെ ഒരു ടാക്സ് പീരീഡ് എന്ത് ചെയ്യും, എൻഡ് ചെയ്യും. വീണ്ടും പുതിയ ടാക്സ് പീരീഡ് ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ ടാക്സ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക, പുതിയത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ ഇൻവോയ്സ് 0 വീണ്ടും തുടങ്ങണം. അപ്പൊ നമ്മൾ പുതിയ ഇൻവോയ്സ് അടിച്ചു തുടങ്ങൂലേ, ഇൻവോയ്സ് 1 2 3 4 6 5 7 അങ്ങനെ ഇൻവോയ്സ് അടിച്ചു. എന്നിട്ട് 31 ജനുവരി ആകുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു പീരീഡിൽ ഇൻവോയ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ അടുത്ത ഇൻവോയ്സ് വീണ്ടും ഫെബ്രുവരി തൊട്ട് എന്ത് ചെയ്യണം, ന്യൂ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് തുടങ്ങണം. ഈ രീതിയിൽ ടാക്സ് പീരീഡ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടാക്സ് പീരീഡ് അങ്ങനെ മാറ്റുന്നതോടുകൂടി നമ്മുടെ ക്വാർട്ടർ എന്തായി മാറി. ഇപ്പോൾ 31 ജനുവരി ടാക്സ് പീരീഡ് എൻഡ് ചെയ്യുന്ന ഒരാളാണ്, സ്റ്റാഗർ 1 ഒരാളാണ് വിചാരിക്കുക. അയാളുടെ പുതിയ ടാക്സ് പീരീഡ് എന്നാ തുടങ്ങുക, ഫെബ്രുവരി മാസമാണ്. ഓക്കെ അല്ലെ, ഫെബ്രുവരിയിലാണ് തുടങ്ങുക. അയാൾ ക്വാർട്ടർലി ഫയൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആദ്യത്തെ ക്വാർട്ടർ എന്തായിരിക്കും, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, ഈ 3 മാസമായിരിക്കും അല്ലെ. അവരുടെ ആദ്യത്തെ വാറ്റിന്റെ റിട്ടേൺ എന്നാ വരിക, മെയ് 28 അവരുടെ ആദ്യത്തെ വാറ്റ് റിട്ടേൺ വരിക അല്ലെ. മെയ് 28 അവർ എന്ത് ചെയ്യുക, ഫസ്റ്റ് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരിക. ഇനി അവരുടെ അടുത്ത വാറ്റ് റിട്ടേൺ എന്നായിരിക്കും, ആദ്യത്തെ ക്വാർട്ടർ കഴിഞ്ഞു, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കഴിഞ്ഞു. അടുത്ത ക്വാർട്ടർ ഏതാ, മെയ് ജൂൺ ജൂലൈ, ഈ ക്വാർട്ടർ വരിക, മെയ് ജൂൺ ജൂലൈ. അപ്പൊ ഈ മെയ് ജൂൺ ജൂലൈന്റെ വാറ്റ് റിട്ടേൺ എന്നാ പിന്നെ അവർക്ക് ചെയ്യാണ്ടാവുക ഓഗസ്റ്റ് 28 അല്ലെ. അടുത്തതെന്നാ വരിക, ജൂലൈ കഴിഞ്ഞു, പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിന്റെ വാറ്റ് റിട്ടേൺ എന്നാ വരിക നവംബർ 28 ഓക്കെ. പിന്നെ അടുത്തത് എപ്പോഴാണ് വരിക, നവംബർ ഡിസംബർ ജനുവരി ആവുന്നതോടുകൂടി ആ ഒരു ടാക്സ് പീരീഡ് എൻഡ് ആയി. അതിന്റെ വാറ്റ് റിട്ടേൺ ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി 28 അവർ എന്ത് ചെയ്യേണ്ടി വരും, ഫയൽ ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ ഇത്ര ഫയലിംഗ് വരുള്ളൂ. ഫെബ്രുവരി 28 ഒരു ഫയലിംഗ്, നവംബർ 28 ഒരു ഫയലിംഗ്, ഓഗസ്റ്റ് 28 ഒരു ഫയലിംഗ്, മെയ് 28 ഒരു ഫയലിംഗ്. 4 ഫയലിംഗിൽ പരിപാടി കഴിയും. ആൻഡ് ഇതെന്തുണ്ടാവില്ല, അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, എല്ലാവരും കൂടി ഈ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ ഇതാണ് സ്റ്റാഗർ 1 ആൾക്കാർ. ഇനി സ്റ്റാഗർ 1 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് പീരീഡ് ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുക, എൻഡ് ചെയ്യുക. സ്റ്റാഗർ 2 ആൾക്കാർ, സ്റ്റാഗർ 2 ആൾക്കാർ, സ്റ്റാഗർ 1 ആൾക്കാർക്ക് ജനുവരിയിലായിരുന്നു ടാക്സ് പീരീഡ് എൻഡ് ചെയ്തിരുന്നത്. സ്റ്റാഗർ 2 നിങ്ങളുടെ ടാക്സ് പീരീഡ് ഫെബ്രുവരിയിലാണ് എൻഡ് ചെയ്യുക. അപ്പൊ ഫെബ്രുവരിയിൽ എൻഡ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ ഒരാളുടെ ടാക്സ് പീരീഡ് എൻഡ് ആയി. അയാളുടെ അടുത്ത ടാക്സ് പീരീഡ് എന്നാ സ്റ്റാർട്ട് ചെയ്യുക, മാർച്ച് തൊട്ട് അല്ലേ. അപ്പൊ മാർച്ച് ഏപ്രിൽ മെയ് ഇതായിരിക്കും അയാളുടെ ആദ്യത്തെ ക്വാർട്ടർ. ഇതിന്റെ വാറ്റ് റിട്ടേൺ എന്ന ഫയൽ ചെയ്യാൻ വരിക ജൂൺ 28 വരിക. ഓക്കെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, സ്റ്റാഗർ 1 ആൾക്കാരുടെ ടാക്സിന്റെ റിട്ടേൺ ഫസ്റ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരും മെയ് 28 ഓക്കെ. മെയ് 28 സ്റ്റാഗർ 1 രജിസ്ട്രേഷൻ എടുത്ത ബിസിനസ്സുകാരെ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത്ര ആൾക്കാരെ അവിടെ ഉണ്ടാവുള്ളൂ. എന്നാൽ ജൂൺ 28 സ്റ്റാഗർ 2 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരുണ്ടാവില്ല, സ്റ്റാഗർ 1 ഉണ്ടാവില്ല. കാരണം സ്റ്റാഗർ 1 ആദ്യമേ ഈ ഒരു പീരീഡിന്റെ ആദ്യമേ എന്തായി, മെയ് 28 ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ജൂൺ 28 വരുന്ന ഫയലിംഗിൽ സ്റ്റാഗർ 2 വെട്ട ആൾക്കാരായിരിക്കും. അപ്പൊ മൊത്തം ബിസിനസ്സുകാരും കൂടി ചേർന്നിട്ട് ഒരേ പീരീഡിലേക്കല്ല വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. കുറച്ച് ആൾക്കാർ കുറച്ച് ടൈം, കുറച്ച് ആൾക്കാർ വേറെ ടൈം. അപ്പൊ എന്തായി, കുറെ കോംപ്ലക്സിറ്റി ഒഴിവാക്കി. സൈറ്റ് കിടന്ന് ഹാങ് ആവില്ല, ഈ FTയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തലവേദന എടുക്കേണ്ട, അങ്ങനെ ഒരുപാട് അവർക്ക് എന്തുണ്ട്, ഈസിനെസ് ആയി. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ രീതിയിൽ മുറിച്ചത്. ഓക്കെ. അപ്പൊ അതാണ് സ്റ്റാഗർ 2. ഇനി സ്റ്റാഗർ 3യോ, സ്റ്റാഗർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് പീരീഡ് എൻഡ് ചെയ്യുക മാർച്ചിലായിരിക്കും. അപ്പൊ മാർച്ചിൽ എൻഡ് ചെയ്യുന്ന ഒരാളുടെ പുതിയ ടാക്സ് പീരീഡ് എന്നാ സ്റ്റാർട്ട് ചെയ്യുക, ഏപ്രിൽ മെയ് ജൂൺ ഇതായിരിക്കും അവരുടെ ആദ്യത്തെ ക്വാർട്ടർ അല്ലെ, ഏപ്രിൽ മെയ് ജൂൺ. അപ്പൊ അവരുടെ ആദ്യത്തെ വാറ്റ് റിട്ടേൺ എന്ന് വരിക ജൂലൈ 28. ഓക്കെ. അപ്പൊ 3 സ്റ്റാഗറിൽ പെട്ടുന്ന ആൾക്കാരുടെയും ആദ്യത്തെ വാറ്റ് റിട്ടേൺ നോക്ക്. സ്റ്റാഗർ 1 ആൾക്കാരുടെ വാറ്റ് റിട്ടേൺ ഫസ്റ്റ് വാറ്റ് റിട്ടേൺ വരും മെയ് 28, സ്റ്റാഗർ 2 ആൾക്കാരത് ജൂൺ 28, സ്റ്റാഗർ 3 ആൾക്കാരത് ജൂലൈ 28. ഓക്കെ. അപ്പൊ ആ ഒരു ബിസിനസ് എല്ലതും കൂടി ഒരുമിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആ ഒരു കോംപ്ലക്സിറ്റി എന്തായി, ഒഴിവായി. ഓരോരുത്തർക്ക് ഓരോ സമയമാക്കിയതോടുകൂടി ആ ഒഴിവായാലും മാറി. ഇനി ഇത് ഫോളോ ചെയ്യുക. അപ്പൊ ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടാക്സ് പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിരിക്കും. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിന്റെ ഒക്ടോബർ 28 ഫയൽ ചെയ്യും. പിന്നെ അടുത്ത് വരും ഒക്ടോബർ നവംബർ ഡിസംബർ ആയിരിക്കും, അത് ജനുവരി 28 ഫയൽ ചെയ്യും. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യും, കടന്നു പോകും.
അപ്പൊ ഈ രീതിയിലാണ് സ്റ്റാഗർ 1ഉം 2ഉം 3ഉം. ഓർത്തു വെക്കാൻ വലിയ പണിയൊന്നുമില്ല. സ്റ്റാഗർ 1 ടാക്സ് പീരീഡ് ജനുവരിയിലാണ് എൻഡ് ചെയ്യുക. സ്റ്റാഗർ 2 ടാക്സ് പീരീഡ് എൻഡ് ചെയ്യുക ഫെബ്രുവരിയിലാണ്. സ്റ്റാഗർ 3 ടാക്സ് പീരീഡ് എൻഡ് ചെയ്യുക മാർച്ചിലാണ്. ഇത്ര ആലോചിച്ചാൽ മതി. ഇനി സ്റ്റാഗർ 4 മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, അപ്പൊ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ നമുക്കറിയാം 150 മില്യൺ ദിർഹത്തിന്റെ മേലെ എന്ത് വേണം, നമ്മുടെ ടേൺ ഓവർ വേണം. അപ്പൊ 150 മില്യൺ ദിർഹത്തിന്റെ മേലെ ടേൺ ഓവർ ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാഗർ 1ലോ 2ലോ, ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എടുത്ത സമയത്ത് നമുക്ക് 150 മില്യൺ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാഗർ 1ഓ 2ഓ 3ഓ ഒക്കെ ആയിരുന്നു നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിരുന്നത്. പിന്നെ നമ്മുടെ ബിസിനസ് കൂടി സ്റ്റാഗർ ഈ പറഞ്ഞ പോലെ 150 മില്യന്റെ മേലെ പോയി കഴിഞ്ഞാൽ FTA നമ്മുടെ ഇത് എന്തേക്ക് മാറ്റും, സ്റ്റാഗർ 4ലേക്ക് മാറ്റും. സ്റ്റാഗർ 4 എന്ന് കഴിഞ്ഞാൽ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള സ്റ്റാഗറാണ്. അവരുടെ ടാക്സ് പീരീഡ് എൻഡ് ചെയ്യുക, ടാക്സ് പീരീഡ് എൻഡ് ലാസ്റ്റ് ഇയർ ഓഫ് ദ കലണ്ടർ ഇയർ ആണ്. കലണ്ടർ ഇയറിന്റെ ലാസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണോ കലണ്ടർ ഇയർ, എപ്പോഴാണ് കലണ്ടർ ഇയർ എൻഡ് ചെയ്യുക അതിലാണ് എന്ത് അവരുടെ ലാസ്റ്റ് ടാക്സ് പീരീഡ് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടാക്സ് പീരീഡ് അടുത്ത അപ്പൊ അതായത് കലണ്ടർ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, ജനുവരി ടു ഡിസംബർ ആണ് നമ്മൾ കലണ്ടർ ഇയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജനുവരി ടു ഡിസംബറിൽ ആണ് അവരുടെ ടാക്സ് പീരീഡ് ഉള്ളത്. അപ്പൊ അവരുടെ ഫസ്റ്റ് റിട്ടേൺ എന്നായിരിക്കും, ജനുവരി മാസത്തിന്റെ ആയിരിക്കും. പിന്നെ അടുത്ത ജനുവരി മാസത്തായിരിക്കും ഫസ്റ്റ് റിട്ടേൺ വരിക. അതിന്റെ വാറ്റ് റിട്ടേൺ എന്നാ വരിക, ഫെബ്രുവരി 28-ാം തീയതിക്കുള്ളിൽ അല്ലേ. അപ്പൊ അതായത് പ്രോപ്പർലി പോകുന്ന പോലെ ജനുവരി ടു ഡിസംബർ ആണ് കലണ്ടർ ഇയർ ആണ് അവരുടെ ടാക്സ് പീരീഡ്. ഒരു ടാക്സ് പീരീഡ് എൻഡ് ചെയ്യുക കലണ്ടർ ഇയർ എൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഡിസംബർ മാസം എൻഡ് ചെയ്യുന്നതോടുകൂടി, ഇപ്പൊ ഈ ഡിസംബർ എൻഡ് ചെയ്യുന്നതോടുകൂടി സ്റ്റാഗർ 4ലുള്ള ആൾക്കാരുടെ ഒക്കെ എന്തായി, ഒരു ടാക്സ് പീരീഡ് എൻഡായി. ഇനി അവരുടെ പുതിയ ടാക്സ് പീരീഡ് എന്നാ സ്റ്റാർട്ട് ചെയ്യുക, അടുത്ത ജനുവരി 2026 പുതിയ ടാക്സ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അവരുടെ ആദ്യത്തെ വാറ്റ് റിട്ടേൺ എന്നായിരിക്കും, മന്ത്ലി ചെയ്യുന്നവരല്ലേ, അവരുടെ ആദ്യത്തെ വാറ്റ് റിട്ടേൺ ഫെബ്രുവരി 28-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യണം. അതായത് ജനുവരിന്റെ വാറ്റ് റിട്ടേൺ ഫെബ്രുവരി 28-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യണം. ജനുവരിയിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാണ്ടാവോ, ജനുവരി റിട്ടേൺ ഫയൽ ചെയ്യാണ്ടാവും. ഏതായിരിക്കും, ഈ ഡിസംബർ 2025 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ വെച്ചിട്ട് എന്തായി, പുതിയ ടാക്സ് പീരീഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് എന്ത് വരിക, സ്റ്റാഗറുകൾ വരിക. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റാഗർ എന്ന് പറയാ. ഇത് UAE വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് സുഖമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, FTA സ്റ്റാഗറിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പൊ സ്റ്റാഗർ ഞാൻ പറഞ്ഞില്ലേ, ക്വാർട്ടർലി ബിസിനസ് ചെയ്യുന്നവർക്കാണ് സ്റ്റാഗർ 1ഉം 2ഉം 3ഉം ഉള്ളത്. ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക്. മന്ത്ലി ഫയൽ ചെയ്യുന്നവർക്ക് ഒറ്റ സ്റ്റാഗറേ ഉള്ളൂ, സ്റ്റാഗർ 4 ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി ഫയൽ ചെയ്യുക. അപ്പൊ നമ്മുടെ കമ്പനീന്റെ വാറ്റിന്റെ ഏതെങ്കിലും ഒരു സൈഡോ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ വാറ്റിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളെ കമ്പനി ഏതിൽ പെടുന്നു എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനേ, വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ളത് ആലോചിക്കണം. എല്ലാ കമ്പനിക്കും ഒരേ സമയമല്ല എന്ത് ചെയ്യേണ്ടത്, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ കമ്പനി ഏത് സ്റ്റാഗറിൽ പെടുന്നു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനേ, വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ. ഓക്കെ, ആൻഡ് ഈ സ്റ്റാഗർ നമുക്ക് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് FTA ഓട്ടോമാറ്റിക്കലി തരുന്നതാണ്. നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി തരുന്നതാണ്. ഇനി നമുക്ക് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റാഗർ 1 2ലേക്ക് ചാടണോ 3ലേക്ക് ചാടണമെന്നുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം, FTAക്ക് അപ്രൂവലിന് കൊടുക്കണം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സ്റ്റാഗർ ചെക്ക് ചെയ്യാൻ നമുക്കൊന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാറ്റിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും നമ്മുടെ കമ്പനി ഏത് സ്റ്റാഗർ ആണെന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വാറ്റിന്റെ റിട്ടേൺ എടുത്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞ ഫോം 201 എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ മേലെ ഉണ്ടാവും ഏത് സ്റ്റാഗറിലാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ബാക്കി ഇനിയും റിട്ടേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. റിട്ടേണിലുള്ള സൈഡും പ്ലസ് ഇൻവോയ്സിങ്ങിന്റെ സൈഡും നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറഞ്ഞതൊക്കെ ഞാൻ ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പറഞ്ഞത് വോളണ്ടറി ഡിസ്ക്ലോഷറിനെ കുറിച്ചാണ്. വോളണ്ടറി ഡിസ്ക്ലോഷർ എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് VD എന്ന് പറഞ്ഞത്. അപ്പൊ VD ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2-3 മിസ്റ്റേക്കുള്ള കേസ് നമുക്ക് VDയിലൂടെ റെക്ടിഫൈ ചെയ്യാം. ഒന്ന് വാറ്റിന്റെ റിട്ടേൺ വന്ന സമയത്ത് നമുക്ക് വന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീഫണ്ടിന്റെ കേസിൽ വാറ്റിന്റെ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ 10,000 ദിർഹംസ് എന്നുള്ള കണ്ടീഷൻസ് ആലോചിക്കണം. റീഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയമില്ല, 10,000 ദിർഹത്തിന്റെ കേസ് ഒന്നും ആലോചിക്കണ്ട. ഓക്കെ, അതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തില്ല മേജർ കാര്യം VDയെ കുറിച്ചാണ്. പിന്നെ ഇൻവോയ്സ് ആണ്. ഇൻവോയ്സിൽ ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള ഇൻവോയ്സ് ഉണ്ട്, ടാക്സ് ഇൻവോയ്സും സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സും. അപ്പൊ അതിന്റെ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മ വേണം. അതിൽ പ്രധാനമായിട്ടും വേണ്ടത് ടാക്സ് ഇൻവോയ്സിൽ നിർബന്ധമായിട്ടും വേണ്ട ഫീൽഡുകളുണ്ട്. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് പെനാൽറ്റീസ് ആണ്. അപ്പൊ ടാക്സ് ഇൻവോയ്സ് പ്രോപ്പർ FTA പറഞ്ഞ അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് നമ്മൾ പറഞ്ഞു. ഈ ഇൻവോയ്സ് നമ്മൾ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല.
കാര്യമായിട്ട് നല്ല ഇൻവോയ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. പിന്നെ റിട്ടേണിലേക്കാണ് വന്നത്. റിട്ടേണിന്റെ പീരീഡ് നമ്മൾ പറഞ്ഞു, ക്വാർട്ടർലി ഫയൽ ചെയ്യുന്നവരുണ്ട്, മന്ത്ലി ഫയൽ ചെയ്യുന്നവരുണ്ട്. മന്ത്ലി ഫയൽ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ടേൺ ഓവർ 150 മില്യന്റെ മേലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, മന്ത്ലി ഫയൽ ചെയ്താൽ മതി. ഫയലിങ്ങിന്റെ ഡ്യൂ ഡേറ്റ് വരിക അല്ലെങ്കിൽ ഡെഡ് ലൈൻ വരിക 28-ാം തീയതിയാണ്. നമ്മുടെ ടാക്സ് പീരീഡ് എൻഡ് ചെയ്തതിന് ശേഷം വരുന്ന മാസം, ആ മാസത്തെ 28-ാം തീയതിക്കുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാഗർ എന്നുള്ള കൺസെപ്റ്റ് ആണ്. UAE 4 ടൈപ്പ് ഓഫ് സ്റ്റാഗർ ഉണ്ട്. 4 പെർട്ടിക്കുലർ സിറ്റുവേഷനിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, വാറ്റിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം. കേസ് ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, മനസ്സിലാവത്തുണ്ടോ ഏതെങ്കിലും? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ കാണാം.